السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങളോട് ഇന്ന് സംസാരിക്കേണ്ടത് മുനീർ ഷറഫി എന്ന പണ്ഡിതനായിരുന്നു. പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു വീണ് പരിക്ക് പറ്റിയിട്ട് തിരിച്ച് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് നിന്ന് പിന്മാറേണ്ടി വന്നു. എനിക്ക് തൽക്കാലം ഈ ഒരു ക്ലാസ് ഒഴിവാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം ഒരല്പസമയം നിങ്ങളുടെ എന്താക്കണം സംസാരിക്കാൻ. അള്ളാഹു പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും അത് ജീവിതത്തിൽ പകർത്താൻ നാം എവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, നമുക്കൊക്കെ പരിചിതമായൊരു സൂറത്താണ് സൂറത്തുൽ അഅല. സാധാരണ ജുമാ നമസ്കാരത്തിലൊക്കെ രണ്ടാമത്തെ റക്അത്തിലൊക്കെ പലപ്പോഴും ഇത് ഓതാറുണ്ട്. ഇത് സുന്നത്ത് കൂടിയാണ്. ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് രണ്ട് മുഖങ്ങളെക്കുറിച്ചാണ്. ഹൽ അതാക ഹദീസുൽ ഗാശിയ, ആ മൂടപ്പെടുന്ന സംഭവത്തെക്കുറിച്ചുള്ള വർത്തമാനം നിനക്ക് വന്നെത്തിയില്ലയോ? ഇത് ഈ ഖുർആൻ ഓതുന്ന ഓരോരുത്തരോടുള്ള അഭിസംബോധനയാണ്. ഹൽ അതാക, അതാക അതാക്കും എന്ന് പറഞ്ഞാൽ കായ് എന്നുള്ള പ്രയോഗം നീ എന്നുള്ളതിനാണ് ഉപയോഗിക്കുക. കുന്നാവുമ്പോൾ നിങ്ങൾ അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. അല്ലെങ്കിൽ അസ്സലാമു അലൈക്ക എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. ആ ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കാ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന് ഈ ആയത്ത് ഓതുന്ന ഓരോ വ്യക്തിയോടും അള്ള ചോദിക്കുന്ന ചോദ്യമാണ് ഹൽ അതാക ഹദീസുൽ ഗാശിയ. ആ ഘോരമായ ആ മൂടപ്പെടുന്ന സംഭവത്തെക്കുറിച്ചുള്ള വർത്തമാനം നിനക്ക് വന്നെത്തിയില്ലേ? ഇത് മുഖാത്തബാണ്. എന്ന് വെച്ചാൽ നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ പാരായണം ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമൈദിൻ ഖാശിയ. ചില മുഖങ്ങൾ അന്ന് ആകെ പേടിച്ച് താഴ്മ കാണിക്കുന്നവരായിരിക്കും. ഈ മൂടപ്പെടുന്ന സംഭവം ഉദ്ദേശിക്കുന്ന ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാളിൻ്റെ മൊത്തത്തിൽ ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ആ മൂടപ്പെടുന്ന ഘോരമായ സംഭവം എന്നൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വുജൂഹു യൗമൈദിൻ ഖാശിയ, അന്നേ ദിവസം ചില മുഖങ്ങൾ ആകെ പേടിച്ച് ഭയന്ന് താഴ്മ കാണിക്കുന്നവരായിരിക്കും. എന്നിട്ട് അല്ലാഹു പറയണം അവരെങ്ങനെയുള്ളവരാണ്? ആമിലത്തുൻ നാസിബ, നന്നായി പണിയെടുത്ത് അമൽ ചെയ്ത് ക്ഷീണിച്ചവരായിരിക്കും. അമൽ ചെയ്യാത്തവരല്ല. നന്നായി അമൽ ചെയ്തിട്ടുണ്ട്, നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. എന്തിനാ ക്ഷീണം സംഭവിച്ചത്?
നന്നായി അമൽ ചെയ്തതിൻ്റെ പേരിൽ. പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, അവർ ചൂടേറിയ അഗ്നിയിൽ കത്തിയെരിയുക തന്നെ ചെയ്യും. ഒരുപാട് അമലുകൾ ചെയ്ത് ക്ഷീണിച്ചവരാണെങ്കിലും അവരുടെ പരിണിത ഫലം എന്തായിരിക്കും? തസ്ലാ നാറൻ ഹാമിയ, ചൂടേറിയ അഗ്നിയിൽ അവർ വെന്തെരിയുക തന്നെ ചെയ്യും. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, അവർക്ക് കുടിപ്പിക്കപ്പെടും തിളച്ച ശക്തമായ ചൂടുള്ള തിളച്ച പാനീയത്തിൽ നിന്ന് ഉറവയിൽ അവർ കുടിപ്പിക്കപ്പെടും. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ലരീഅ, അവർക്ക് ലരീ എന്നുള്ള ഭക്ഷണമില്ലാതെ ഇല്ല. അവർക്ക് അവിടെ നൽകപ്പെടുന്ന ഭക്ഷണം ലരീ ആണ്. എന്താണ് ലരീ? ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. ആ ലരിയാകുന്ന ഭക്ഷണം കഴിച്ചാൽ ഒട്ടും വിശപ്പടുങ്ങുകയുമില്ല, എന്നാൽ ഒരു പോഷകം ലഭിക്കുകയും ചെയ്യില്ല. നരകത്തിലെ ഭക്ഷണമാണ്. വ്യത്യസ്തമായ ചില ഭക്ഷണങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് നരകത്തിൻ്റെ ആൾക്കാർക്ക്. അതൊന്ന് സക്കൂമാണ്, മറ്റൊന്ന് ലരി ആണ്. എത്ര കഴിച്ചാലും അവരുടെ വിശപ്പും അടങ്ങൂല, അതിന് പോഷകവും ഇല്ല. ഒരു പണിഷ്മെൻ്റ് തന്നെ എന്താണ് ആ ഭക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടം ആളെ കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. അമൽ ചെയ്യാത്തവരെല്ലാം നന്നായിട്ട് അമൽ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പോലും അവരുടെ ഗതി ഇതാണ്. എന്നാലോ ശേഷം അല്ലാഹു പറയുന്നു വുജൂഹു യൗമൈദിൻ നാഇമ, എന്നാൽ ചില മുഖങ്ങൾ അത് നല്ല പ്രസന്നമായിരിക്കും. നായിമയുടെ നേരർത്ഥം നല്ല മിനുസമായിരിക്കുന്നതാണ്. ഉദ്ദേശിക്കുന്ന എന്താണ്? നല്ല പ്രസന്നമായിരിക്കും, സന്തോഷത്തിലായിരിക്കും ചില മുഖങ്ങൾ. കാരണം എന്താ? ലിസൈഹാ റാദിയ, അവരുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നു. അവരുടെ പ്രവർത്തനം അല്ലാഹു തആലക്ക് തൃപ്തികരമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മുഖം, ചില ആൾക്കാരുടെ മുഖം നല്ല പ്രസന്നമായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, അവരാവട്ടെ ഉയർന്ന സ്വർഗത്തിലുമായിരിക്കും. ലാ തസ്മഉ ഫീഹാ ലാഗിയ, അവർക്കാവട്ടെ ആ സ്വർഗത്തിൽ വെച്ച് ഒരു മോശമായ അതൃപ്തികരമായ ഒരു വാക്കും അവർ കേൾക്കയില്ല. സന്തോഷത്തിൻ്റെ വാക്കുകളല്ലാതെ മനസ്സിന് അല്പം നീരസമുണ്ടാക്കുന്ന ഒരു വാക്കും അവർ കേൾക്കയില്ല. ഫീഹാ ഐനുൻ ജാരിയ, ആ സ്വർഗത്തിലാവട്ടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളുണ്ട്. ഫീഹാ സൂറുൻ മർഫൂഅ, ഉയർത്തപ്പെട്ടിരിക്കുന്ന നല്ല കട്ടിലുകളുമുണ്ട്. വഅക്വാബുൻ മൗദൂഅ, തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുന്ന കോപ്പകളുമുണ്ട്. അണിയണിയായി വെക്കപ്പെട്ടിരിക്കുന്ന തലയണകളുമുണ്ട്. അതുപോലെ തന്നെ വിരിച്ച് വിധാനിക്കപ്പെട്ടിരിക്കുന്ന പരവതാനികളുമുണ്ട്. സ്വർഗത്തിൻ്റെ ചില വിഷയങ്ങൾ സൂചിപ്പിച്ചത് മാത്രം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മുഖത്തെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ വളരെയധികം മനസ്സിലാക്കണം. ഒരുപാട് അമൽ ചെയ്ത ഒരു മുഖം, മറ്റേ മുഖമാവട്ടെ കൂടുതൽ അമൽ ചെയ്തു എന്നുള്ള പറയുന്നില്ല. പക്ഷേ അവരുടെ അമൽ പ്രവൃത്തി അല്ലാഹു തആലക്ക് തൃപ്തികരമായിരുന്നു. അതുകൊണ്ട് തന്നെ അവ ഉയർന്ന സ്വർഗത്തിലാണ്. എന്നാലോ തുടക്കത്തിൽ പറഞ്ഞ മുഖമാണെങ്കിലോ അവിടെയും അന്ന് പറഞ്ഞൊരു മുഖത്തെക്കുറിച്ചാണ്. അവർ നന്നായി പണിയെടുത്തിട്ടുണ്ട്. ആ പ്രയോഗം തന്നെ ആമിലത്തുൻ നാസിബ, നന്നായി ജോലി ചെയ്തിട്ടുണ്ട്, അവർ നന്നായി അമൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവരെന്താണ്? റബ്ബിൻ്റെ തൃപ്തി ലഭിക്കാതെ അവർ നരകത്തിൽ കത്തിയേരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പരിചയമുള്ള മനപ്പാഠമുള്ള ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. അപ്പം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരും സഹോദരിമാരും, നമ്മളിതിൽ ഏത് മുഖത്തിൽ പെടണം? വുജൂഹ് യൗമൈദിൻ നാഇമിൽ പെടണോ? അതുപോലെ തന്നെ വുജൂഹ് യൗമൈദിൻ ഖാശിയയിൽ പെടണം? അല്ലാഹു നമുക്ക് ഇൽമിൽ ബർക്കത്തും അമലും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇവിടെ എന്തുകൊണ്ടാണ് ഒരുപാട് അമൽ ചെയ്ത ആ മനുഷ്യന്മാർ ഒരു പ്രയോജനം അവിടെ ഇല്ലാതെ നരകത്തിൻ്റെ ആളായി കത്തിയേറിയുന്ന അവസ്ഥയിൽ എത്തിയത്? അതിനൊരൊറ്റ കാരണം, അവർ ചെയ്തിരിക്കുന്ന അമലുകളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തികരമായിരുന്നില്ല. എന്തുകൊണ്ട് തൃപ്തികരമായിരുന്നില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തികരമായ അമൽ എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോരോ സമുദായത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ അയച്ചത്. ആ നിലക്ക് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട കർമ്മങ്ങൾ എന്ത്, വിശ്വാസം എന്ത് എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കും അയച്ചു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏത് വിഷയമാവട്ടെ അതിലൊക്കെയും നമുക്ക് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയുണ്ട്, അല്ലേ?
അള്ളാഹു റസൂലിന്റെ മാതൃക ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നിങ്ങൾക്ക് മഹാനായ എൻ്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണ് മാതൃക? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിൻ്റെ തൃപ്തിയും അതിലൂടെ പരലോക മോക്ഷം ആഗ്രഹിക്കുന്നവർ ആരോ അവർക്ക് അള്ളാഹു റസൂൽ മാതൃകയുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ചർച്ചയില്ല, മറ്റുള്ളവർക്ക് എന്തു ആവാം. അള്ളാഹുവിൻ്റെ കൃത്യമായ തൃപ്തിയും സഅയും അവൻ്റെ റാളിയ അവൻ്റെ പ്രവർത്തനത്തിലൂടെ റബ്ബിൻ്റെ ഇവിടെ പറഞ്ഞ സഅയിഹ റാളിയ അവൻ്റെ അധ്വാനം അള്ളാഹു തൃപ്തിപ്പെട്ടതിൻ്റെ പേരിലാണ് അവൻ്റെ മുഖം പരലോകത്ത് എന്തായത്? നല്ല പ്രസംഗമായത്. ആ നിലക്ക് റബ്ബിൻ്റെ അടുക്കൽ തൃപ്തി ലഭിക്കണമെങ്കിൽ അതിനാണ് മഹാനായ നബിത്തങ്ങളെ നമുക്ക് പറഞ്ഞയച്ചത്. അള്ളാഹു കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ആർക്കാണിത് ഈ വാഗ്ദാനം? ആർക്കാണ്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിൻ്റെ തൃപ്തിയും അതിലൂടെ പരലോക മോക്ഷം ആഗ്രഹിക്കുന്നവരാരോ അവർക്ക് അള്ളാഹു റസൂൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃകയില്ലാതെ നമുക്ക് നന്നായി തോന്നുന്ന എത്ര വലിയ അമലാവട്ടെ നമുക്ക് നല്ലതായി തോന്നിയതിൻ്റെ പേരിൽ നന്നാവാൻ പോകുന്നില്ല. ആ നിലയ്ക്ക് ചെയ്ത ഒരുപാട് അമലുകളുടെ തന്നെ എന്തായി മാറുന്നു? പരലോകത്തെ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നു. ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഒരു മനുഷ്യൻ നരകത്തിലേക്ക് നമുക്ക് സഹിക്കാം. നേരെ മറിച്ച് ഒരുപാട് അമലുകൾ ചെയ്തിട്ട് പോലും അവിടെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ള സഹോദരൻ എത്ര ഖേദകരമാണ്. ആ നിലയ്ക്ക് എത്താതിരിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. ആ നിലയ്ക്ക് തന്നെ അള്ളാഹു റസൂലിനെ ഫോളോ ചെയ്യണം. എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ അള്ളാഹു റസൂലിനെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹ് അംഗീകരിക്കണം. ഇപ്പം നമ്മൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ നമ്മുടെ സ്നേഹം അള്ളാഹുവിനോട് പ്രകടിപ്പിക്കാനും അള്ളാഹുവിൻ്റെ സ്നേഹം തിരിച്ച് പ്രകടിപ്പിക്കാനും അതാണല്ലോ നമുക്ക് ആത്യന്തികമായ ആവശ്യം. റബ്ബിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കണം. അള്ളാഹു അതിന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? കുൽ പറയൂ നബിയെ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ. അവിടെയും ചർച്ച ആരെക്കുറിച്ചാണ്? അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവർക്ക്. അള്ളാഹുവിൻ്റെ ഇഷ്ടമല്ലാതെ മറ്റ് ഭൗതികമായ താല്പര്യമുള്ളവർക്കെങ്കിൽ ഇവിടെ ചർച്ചയില്ല. എങ്കിൽ അള്ളാഹിനെ മാത്രമാണ്, അള്ളാഹിനെ തൃപ്തിയാണ്, പൊരുത്തമാണ് ആഗ്രഹിക്കുന്നത്. അവരോട് അള്ളാഹ് പറയാണ് ഫത്തബിഊനി, എന്നെ പിൻപറ്റിക്കോളൂ എന്ന് ഉമ്മത്തികളോട് പറഞ്ഞു കൊടുക്കൂ നബിയെ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അങ്ങനെയാണെങ്കിലോ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹ് നിങ്ങളെയും സ്നേഹിക്കും. അപ്പോൾ അള്ളാഹുവിനോട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനും അതുപോലെ തിരിച്ച് റബ്ബിൻ്റെ സ്നേഹം ഇങ്ങോട്ട് കരസ്ഥമാക്കാനും ഏക ചാനൽ, ഏക വഴി അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റബ്ബിൻ്റെ തൃപ്തി ലഭിച്ചാലോ ഇഷ്ടം ലഭിച്ചാലോ യഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹ് നിങ്ങളെല്ലാ പാവങ്ങളും പുറത്തു തരും. വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹ് അങ്ങേറ്റ കരുണ ചെയ്യുന്നവരും പൊറുക്കുന്നവരുമാണ്. ആ പൊറുക്കലും കരുണയും ലഭിക്കണമെങ്കിൽ ഒരു കാരണമാണ് എന്ത് ചെയ്യുക? ജീവിതത്തിൻ്റെ സകല മേഖലയിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യുന്നത്. എന്നാലോ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഈ അമലുകളൊക്കെ പിഴപ്പിക്കാൻ വേണ്ടി നമ്മെ എന്താക്കും? ഇബ്ലീസ് വന്നുണ്ടാക്കും, പ്രേരിപ്പിക്കും. ഇബ്ലീസിൻ്റെ വലകൾ എന്നാണ് നിങ്ങൾക്ക് ഇന്ന് വെക്കപ്പെട്ടിരിക്കുന്ന വിഷയം. പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് ഞാനൊന്നും നോക്കിയിട്ടില്ല. കാരണം എന്നോട് ഒരു 12 മണി സമയത്താണ് ഈ വിഷയം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സദസ്സ് ഒഴിവാക്കേണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം എന്താക്കിയതാണ്, കാര്യം വന്നതാണ്. ഏതായാലും സഹോദരങ്ങളെ, നമ്മൾ വളരെ താല്പര്യത്തോടു കൂടിയാണെങ്കിലും പരലോകത്ത് പ്രതിഫലം കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന അമലുകൾ, അത് നോമ്പാവട്ടെ, നമസ്കാരമാവട്ടെ, ഏതേത് കാര്യമാവട്ടെ, ഇതിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയില്ലെങ്കിൽ അതിന് പറയപ്പെടുന്ന പേരാണ് ബിദ്അത്ത് എന്നുള്ളത്. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മളെക്കാളും നന്നായിട്ട് അമൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുന്ന അമലുകൾ പലതും എന്താ? ബിദ്അത്തായിരിക്കും. ചില നോമ്പുകളാവട്ടെ, ചില നമസ്കാരങ്ങളാവട്ടെ, പലതും. അള്ളാഹു അവർക്ക് നല്ല ഇൽമ് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ചെറുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിന് ഇത്തിബാ ഇല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അത് അള്ളാഹുവിൻ്റെ റസൂൽ കണിശമായിട്ട് പറഞ്ഞ കാര്യം കൂടിയാണ്. ഓരോരോ ഖുതുബക്കും അള്ളാഹു റസൂൽ എടുത്തു പറയുന്ന കാര്യമാണ്. കുല്ലു ബിദ്അത്തിൻ ദലാല കുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ അമലുകളിൽ ബിദ്അത്ത് കടന്നുകൂടാതിരിക്കാൻ.
എന്നാലോ സുന്നത്തായ ഏതേത് അമലാണെങ്കിലും അതിന് അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇബ്ലീസ് എന്താക്കും? നല്ലതല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താക്കും? അതിലെന്താ തെറ്റ്? അതിലൊക്കെ ചില അംശങ്ങൾ ഉണ്ടാവാം. ചില അംശങ്ങൾ അപ്പുറത്തേക്ക് കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് എന്താക്കുക? അത് നല്ലതല്ലേ നല്ലത് നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും അതിലെന്താ കുഴപ്പം. ഓരോ കാര്യത്തിലാണെങ്കിലും ഇപ്പം മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താക്കുന്നു? നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ണോക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു പരിപാടിയുണ്ട് അല്ലേ? താസിയം എന്ന് അറബിയിൽ പറയാം. അത് സുന്നത്തായ കാര്യമാണ്. ആ മരിച്ച വീട്ടിൽ നമ്മൾ പോകണം, അവർക്ക് അനുശോചനം അറിയിക്കണം, ആ മയ്യത്തിന് വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കണം, അവരെ സമാധാനിപ്പിക്കണം. ഇതൊക്കെ നമുക്ക് സുന്നത്തായ കർമ്മമാണ്. മാത്രമല്ല അകന്ന ബന്ധുക്കൾക്കും അടുത്ത അയൽവാസികൾക്കും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവരെന്താക്കണം? അങ്ങോട്ട് തീറ്റിക്കണം. ഹിതാബിൽ കാണുക അലൈഹി, ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കണം. ഇതാർക്ക് സുന്നത്ത്? അടുത്ത അയൽവാസികൾക്കും അകന്ന ബന്ധുക്കൾക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഗതി എന്താ? മയ്യത്തിൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കലല്ലേ? ഭക്ഷണം കൊടുക്കാൻ ഇസ്ലാം പ്രേരിപ്പിച്ചിട്ടുണ്ട്, ശരി തന്നെ. പക്ഷെ ആ നല്ലൊരു നന്മ എന്താക്കി ഇവിടെ ഈ നിലയ്ക്ക് തിരികെ കയറ്റുമ്പോൾ അതിനെക്കുറിച്ച് എന്താ ഫിഖിൻ്റെ കിതാബിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊക്കെ സാധാരണ ദർസിലൊക്കെ പഠിക്കുന്ന ഏറ്റവും ചെറിയ കിതാബാണ് 10 കിതാബ്. ആ 10 കിതാബിൽ 100 ലഫ്സാർ ഒരു കിതാബുണ്ട്. 10 അല്ല 10-13ഓളം കിതാബുണ്ട്. എന്നാൽ 10 കിതാബ് എന്ന് പറയുന്നത് അതിൽപ്പെട്ട ഫിഖിൻ്റെ ഷാഫി ഫിഖിൻ്റെ മസ്അല പറയുന്ന കിതാബാണ് നൂറുൽ അബ്സാർ, മറ്റൊന്ന് മുതഫരിദ്. ഈ നൂറുൽ അബ്സാറിൽ ഏകദേശം 13ഓളം ഫസലുകളാണ്, 13ഓളം പാഠങ്ങളാണ്. അതിൽപ്പെട്ട അവസാനത്തെ പാഠം ഫസൽ എന്നാണ്? മയ്യത്തുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ കാണാം വമാ യഫ്അലുഹു മിൻ അഹ്ലിൽ മയ്യത്തി മിൻ ഇസ്ലാഹി ദുആമിൻ വജംഇ നാസി അലൈഹി ഫബിദ്അത്തുൻ ഗൈറു ഹസന. ഇത് നമ്മൾ ഫത്ഹുൽ മുഈനാണെങ്കിലും ഇനി ഉംദയാണെങ്കിലും മഹല്ലിയാണെങ്കിലും അവിടുന്ന് മേൽപോട്ട് ഷാഫി ഫിഖിൻ്റെ ദർസുകൾ ഓതുന്ന ഏത് കിതാബിലും ഈ താരീഫ് കാണാം. കുറച്ച് വ്യത്യാസം ഉണ്ടാവും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വമാ യഫ്അലുഹു മിൻ അഹ്ലിൽ മയ്യത്തി, മയ്യത്തിൻ്റെ അഹ്ലുകാർ പ്രവർത്തിക്കുന്ന ഒരു കാര്യം. മിൻ ഇസ്ലാഹി ത്വാമിൻ, സ്പെഷ്യലായിട്ടൊന്ന് കുറച്ച് കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുന്നു. വജംഇ നാസി അലൈഹി, അതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാരൊക്കെ എന്താക്കുന്നു? ഒരുമിച്ച് കൂട്ടുന്നു. പള്ളി കമ്മിറ്റിക്കാരും പള്ളിയിലെ ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും നാട്ടുകാരും അയൽവാസികളും ഇങ്ങനെ ഫജംഉ നാസി അലൈഹി, അതിൻ്റെ മേലെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. ആ കാര്യം ബിദ്അത്തുൻ, അത് ബിദ്അത്താണ് ഗൈറു ഹസന, നല്ലതാണെന്ന് ചിലർക്ക് പറയുമല്ലേ? എന്നാൽ എന്താ പണ്ഡിതന്മാർ പറഞ്ഞു? ഫബിദ്അത്തുൻ ഗൈറു ഹസന, നല്ലതല്ലാത്ത മോശമായ ബിദ്അത്താണ് എന്ന്. പക്ഷെ എന്നാലോ നമ്മുടെ സമൂഹമാവട്ടെ ഇങ്ങനെ ഒരു കൂട്ടിച്ചേരൽ കൂടി, ഭക്ഷണം കൊടുക്കൽ ശരി തന്നെ, നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഒരു വിഷയത്തോടനുബന്ധിച്ചാവുമ്പോഴോ അതെന്തായി മാറി? അല്ലാഹു റസൂലിൽ മാതൃകയില്ല എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ അത് ബിദ്അത്തായി മാറി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുസ്ലിം സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായി മാറുന്നു? പ്രതിഫലം കിട്ടും, നന്മയാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യം അവിടെ ഇബ്ലീസ് എന്താക്കാണ്? അതിൽ ചില്ലറ മാറ്റം വരുത്തിക്കൊണ്ട് അവകളെ പഴിപ്പിക്കണം. ഈ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സഹോദരങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ, അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കർമ്മം എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും സഹോദരങ്ങളെ ഇതിൽ അല്ലാഹു റസൂലിൻ്റെ മാതൃകയുണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തൽ നമുക്ക് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? വലിയ താല്പര്യത്തോടെ ചെയ്യും നമ്മൾ, പക്ഷെ എത്തേണ്ടടുത്ത് എത്തുമ്പോഴെന്തായിരിക്കും? അതൊക്കെ നിഷ്ഫലമായിരിക്കും. ആ അമല് കൊണ്ട് നേട്ടമല്ല കോട്ടമായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് തഖ്വയെക്കുറിച്ച്. തഖ്വ അല്ലെങ്കിൽ ഇബാദത്ത്, നമ്മളെ സൃഷ്ടിച്ചു വിട്ടതിൻ്റെ പിറകിലെ ഉദ്ദേശം തന്നെ അല്ലാഹു പറഞ്ഞു വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്ന് വർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ മനസ്സിലാക്കി ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. നമുക്കൊക്കെ പരിചയമുള്ള ഒരു ആയത്താണ്. ആരോട് ചോദിച്ചാലും ഇതിൻ്റെ അർത്ഥം പറയും അല്ലേ? വമാ ഖലഖ്തു, ഇവിടെ ഈ 2 പ്രയോഗം 2 നഫി കൊണ്ട് ഇസ്ബാത്താണ്. ഇവിടെ രണ്ട് നഫി കൊണ്ട് ഇസ്ബാത്താക്കുമ്പോൾ ആ പ്രയോഗത്തിൻ്റെ അറബിൽ കുറച്ച് സ്ട്രോങ് കൂടും, കടുപ്പം കൂടും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതൊരു ഇലാഹേ ഇല്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം അത് കൃത്യമാണ്, സ്ട്രോങ് ആണോ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണോ? അവിടെ ഒരു ഇലാഹേ ഇല്ല അള്ളാഹു അല്ലാതെ, അള്ളാഹു മാത്രമേ യഥാർത്ഥ ഇലാഹുള്ളൂ. ഈ പ്രയോഗത്തിൻ്റെ പിന്നെ സാധ്യത ഇതാണ്. ഇതുപോലെ
വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. എന്ന് വെച്ചാൽ എന്നെ മനസ്സിലാക്കി ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത്. അപ്പോൾ എന്താണ് ഇബാദത്ത്? നമ്മൾ ഇബാദത്ത് ഒരുപാട് കേട്ടത്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ഇബാദത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ നൽകിയിരിക്കുന്ന തഅരീഫ്, അൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ. ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഇസ്മുൻ ജാമിഉൻ, ഒരു ജാമിയായ ഇസ്മാണ്. എന്ന് വെച്ചാൽ ഒരൊറ്റ വാക്കിൽ പറയാൻ പറ്റൂല, 2-3 ഘടകങ്ങൾ, പല ഘടകങ്ങൾ ചേർന്നാണ് ഇസ്മുൽ ജാമി എന്ന് പറഞ്ഞാൽ. ഒറ്റ നേരിട്ടൊരു പദം. ഇപ്പം വെള്ളം, എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദം, അത് നേരെ അർത്ഥമുണ്ട്, വെള്ളം എന്നാണ്. എന്നാൽ അതുപോലെ ഇബാദത്തിന് ഒറ്റ വാക്കിൽ അർത്ഥം പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ അത് ഇസ്മുൻ ജാമിയാണ്, ജാമിയായ ഇസ്മാണ്. മാ യുഹിബ്ബുഹുല്ലാഹു വയർല്ലാഹ്, അള്ള ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായിരിക്കണം. മിനൽ അഖ്വാലി വൽ അഫ്ആലി, അത് വാക്കുകളാവാം പ്രവൃത്തികളാവാം. വാക്കുകളാവട്ടെ പ്രവൃത്തികളാവട്ടെ അള്ളാഹു തൃപ്തിപ്പെടുന്നതും അള്ള ഇഷ്ടപ്പെടുന്നതുമാവണം. അതോടൊപ്പം തന്നെ അൽ ബാത്തിനിയ അല്ലാഹിരി, അതൊന്ന് ബാഹ്യമായിരിക്കാം പ്രകടമായിരിക്കാം. മനസ്സിലുള്ള നല്ല നിയത്തുകൾ ചിന്താഗതികളൊക്കെ എന്താണ്? അത് ബാത്തിനാണ്. എന്നാൽ ബാഹ്യമായി നമ്മൾ പ്രകടിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതെന്താണ്? ലാഹിരിയാണ്. അപ്പം ലാഹിരിയും ബാത്തിനിയുമായി വാക്കാവട്ടെ പ്രവൃത്തിയാവട്ടെ അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ള ഇഷ്ടപ്പെടുന്ന ഏത് പ്രവൃത്തിക്കും ഏത് കർമ്മത്തിനും എന്ത് പറയും? ഇബാദത്ത് എന്ന് പറയും. അതാണ് ഇബാദത്തിന്റെ താരീഫ്. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഈ വാക്കുകളും പ്രവൃത്തികളൊക്കെ അടങ്ങിയ ഇബാദത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ ലക്ഷ്യം എന്താ? അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുക. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇബാദത്ത് നമ്മൾ ബാഹ്യമായി കണക്ക് നോക്കുമ്പോൾ എന്താ ഉള്ളത്? നമസ്കാരം ഒരു ഇബാദത്താണ്, അല്ലേ? നമസ്കാരം ഒരു ഇബാദത്താണ്. നമസ്കാരത്തിന് എത്ര സമയം നമുക്ക് വേണ്ടി വരും? ഫർദ് നമസ്കാരത്തിനാണെങ്കിൽ 5 വക്ത് ഒരു 10 മിനിറ്റ് കൂടി നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ മതി. അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള സുന്നത്ത് കൂടി നോക്കുകയാണെങ്കിലോ ഒരു മണിക്കൂറും കൂട്ടുക, 2 മണിക്കൂർ. ബാക്കി 24 മണിക്കൂറിൽ 22 മണിക്കൂറും എന്താ? നമ്മളെന്താണ്? കച്ചവടത്തിലാണ്, യാത്രയിലാണ്, ഭക്ഷണ പാനീയങ്ങൾ കഴിക്കുന്ന വിഷയത്തിലാണ്, മലമൂത്ര വിസർജനങ്ങൾ നടക്കുന്ന കാര്യത്തിലാണ്. ആ നിലക്കൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ മറ്റ് ദിനചര്യകളായിട്ടും ജോലികളായിട്ടും ഇങ്ങനെ കഴിഞ്ഞു പോകാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞിരിക്കുന്ന എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നു പറഞ്ഞ് ഈ ആയത്ത് എങ്ങനെ അനർത്ഥമാക്കാൻ സാധിക്കും? എങ്ങനെ അനർത്ഥമാക്കണമല്ലോ. ഖുർആന്റെ ഖണ്ഡിതമായ നിർദ്ദേശമാണ് മനുഷ്യരെയും ജിന്നുകളെയും എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചതെന്ന്. എന്നാൽ നമ്മുടെ ദൃഷ്ടിയിൽ ആരാധന എന്തേ ഉള്ളൂ? എന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ 24 മണിക്കൂറും നമുക്ക് ആക്കി തീർക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ മെനക്കെട്ടാൽ, ശ്രമിച്ചാൽ. ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇബാദത്തെന്നല്ല, പക്ഷേ ഇബാദത്താക്കി തീർക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മളെന്താക്കണത്? പഠിക്കണം, നമ്മളത് പ്രാവർത്തികമാക്കണം. അതിനാണ് മഹാനായ നബിത്തങ്ങൾ അല്ലാഹ് അയച്ചിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും നിങ്ങൾ എൻ്റെ പ്രവാചകനെ ഫോളോ ചെയ്തുകൊള്ളൂ, എങ്കിൽ അല്ലാഹ് നിങ്ങൾ ഇഷ്ടപ്പെടും. നിങ്ങളിഷ്ടം അങ്ങോട്ട് പ്രകടിപ്പിക്കലുമാവാം, വേറെ വഴിയില്ല. ലിമൻകാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻകാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ എന്ന് പറഞ്ഞിരിക്കുന്ന ആയത്തും ഇവിടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സകല കാര്യത്തിൽ എത്രത്തോളം പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്ന കാര്യം സത്യത്തിൽ പറഞ്ഞാൽ ഒന്നിച്ച് ഭാര്യയും ഭർത്താക്കന്മാർ ഒന്നിച്ച് കിടക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് ഒരേ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നു. അത്ര ചേർന്ന് നിൽക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് പോലും മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴെന്താക്കും? വേറിട്ട പോകാറ്. അതൊരു ഹറാമായ കാര്യമല്ല, അതൊരു മ്ലേച്ഛമായ കാര്യമാണ്, അല്ലേ? ആ ചെയ്യുന്ന പ്രവൃത്തി പോലും അവിടെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ ചെയ്യുമ്പോൾ ഈ മ്ലേച്ഛമായ പ്രവൃത്തിയായി മനുഷ്യൻ കണക്കാക്കുന്ന ഈ പ്രവൃത്തി പോലെ എന്തായി മാറുകയാണ്? നന്മയായിട്ട് മാറുകയാണ്. ഇതാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൻ്റെ പ്രത്യേകത. ഏത് കാര്യമാവട്ടെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്യുമ്പോൾ ഈ നാം അതായത് അല്പം നികൃഷ്ടമായിട്ട് അല്ലെങ്കിൽ ഒരു പോരായ്മയായിട്ട് മറ്റുള്ളവരെ മുന്നിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മുടെ മുഴുവൻ അഭിമാനവും നഷ്ടപ്പെടുന്ന ഒരു മ്ലേച്ഛമായ പ്രവൃത്തിയായിട്ട് പോലും
ഇവിടെ പോലും അല്ലാഹു റസൂൽ അവിടെ പ്രവേശിക്കുമ്പോൾ ഇടത്തെ കാല് വെച്ചിട്ടാണ് പ്രവേശിച്ചത്. ബിസ്മില്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് കാല് മുത്തിച്ചുകൊണ്ട് അവിടത്തേക്ക് പ്രവേശിക്കുകയും നമ്മുടെ ആവശ്യ നിർവഹണത്തിന് ശേഷം വലത് കാല് മുത്തിച്ച് പുറത്തു വരികയും ശേഷം ഗുഫ്രാനക എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് അല്ലാഹു റസൂൽ ചെയ്തത് എന്ന് മനസ്സിലാക്കി ആ നിയ്യത്തോടുകൂടി ചെയ്യുമ്പോൾ ഈ പ്രവൃത്തി കൂടി എന്തായി മാറി? നന്മയായിട്ട് മാറി. അല്ലേ? ആലോചിച്ച് നോക്കൂ. പരലോകത്ത് നമ്മൾ 2-3 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് മഹ്ശറിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകേണ്ടത്. അതിൽ പെട്ടെന്ന് സുപ്രധാനമായ ഒന്നെന്താ? നന്മ തൂക്കുന്ന ത്രാസുണ്ട്. നമുക്കൊക്കെ അറിയാം. നമുക്ക് ചെറുപ്പത്തിലെ പഠിച്ച സൂറത്ത് തന്നെയല്ല. ഫഅമ്മാമൻ സഖുലത് മവാസീനു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. ഫഅമ്മാ മൻ സഖുലത് മവാസീനു, ആരുടെ ത്രാസിന്റെ ഭാരം നന്നായി കനം തൂങ്ങിയോ, ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവനവിടെ സംതൃപ്തമായ സ്വർഗീയ ജീവിതത്തിലായിരിക്കും. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു, ആരുടെ ത്രാസിന്റെ ഭാരം ലഘുവായോ, ഫഉമ്മുഹു ഹാവിയ, അവന്റെ അഭയകേന്ദ്രം ഹാവിയാണ്. വമാ അദ്റാക മാ ഹിയ, ഈ ഹാവി എന്നാൽ മനുഷ്യ നിനക്ക് എന്തറിയാം? നാറുൻ ഹാമി, അത് കത്തിച്ചൊലിക്കുന്ന നരകമാണ്. നമുക്ക് പരിചയമുള്ള ആയത്താണ്. അപ്പൊ നന്മ തൂക്കുന്ന ത്രാസ്, അവിടെ നന്മയും തൂക്കും തിന്മയും തൂക്കും. തിന്മക്കാവട്ടെ തീരെ ഭാരം കുറവായിരിക്കും, നന്മക്കാവട്ടെ ഭാരം തൂങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ തിന്മ തൂക്കുന്ന സമയത്ത് നന്മയുടെ തൂക്കം ആർക്ക് കൂടിയോ അവർക്ക് അവിടെ എന്തുള്ളൂ? സംതൃപ്തമായ ജീവിതമുള്ളൂ. ഈ പറയപ്പെട്ട നമ്മളിപ്പോൾ ഉദാഹരണത്തിന് സൂചിപ്പിച്ചിരിക്കുന്ന ഈ മലമൂത്ര വിസർജനം പോലും മഹാനായ നബിത്തങ്ങൾ ചെയ്തതുപോലെ അത് മനസ്സിലാക്കിയ നിയത്തോടുകൂടി ചെയ്യുമ്പോൾ എന്തായി മാറി? ആ തിന്മ തൂക്കുന്ന ത്രാസിൽ ഒരു ചെറിയൊരു ഭാരം കൂടുകയാണ്. ആലോചിച്ച് നോക്കിയിട്ട് നമ്മളെന്താ ചെയ്തിരിക്കുന്നത്? നമ്മളൊരു ദിനചര്യ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവിടെ പോലും അല്ലാഹു റസൂല് ചെയ്തതുപോലെ ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇതെന്തായി മാറി? ഇതൊരു ഇബാദത്തായി മാറി, ഇതൊരു നന്മയെ മാറി. എന്താ ഇബാദത്തായി പറഞ്ഞത്? അള്ള തൃപ്തിപ്പെടുന്നതായിരിക്കണം, അള്ള ഇഷ്ടപ്പെടുന്നതായിരിക്കണം. വാക്കാവട്ടെ പ്രവൃത്തിയാവട്ടെ, അല്ലേ? ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു? ആ പ്രവൃത്തിയല്ല അള്ള ഇഷ്ടപ്പെട്ടത്, മറിച്ച് ആ പ്രവൃത്തി അവൻ ചെയ്തത് മഹാനായ എൻ്റെ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് അതേ ശൈലി ചെയ്തു എന്നുള്ള കാരണം കൊണ്ടാണ് അള്ളാഹ്ക്ക് എന്തായത്? അതൊരു നന്മയായിട്ട് പരിഗണിച്ചതും തിന്മ തൂക്കുന്ന ത്രാസിലേക്ക് ഒരു നന്മയായിട്ട് അതെന്താകുന്നതും, അല്ലേ? ഈ നിലയിൽ നമ്മെ സംബന്ധിച്ച് നാം ചെയ്ത ദിനചര്യകൾ എന്തൊക്കെയുണ്ടോ ഇവകളൊക്കെയും ഇതിലൊക്കെ ആരിൽ മാതൃകയുണ്ട്? അള്ളാഹു റസൂൽ മാതൃകയുണ്ട്. അള്ളാഹു റസൂൽ മാതൃകയില്ലാതെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറ, നമുക്കപ്പോൾ ചർച്ച ചെയ്യാം. അല്ല, ഒന്നുമില്ല. ഒരു മനുഷ്യൻ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടോ ആ മേഖലകളിലൊക്കെ മഹാനായ പ്രവാചകൻ അള്ള കയറി ഇറക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവിടെയൊക്കെ നമുക്ക് മാതൃക പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇനി ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾക്ക് ഇല്ലെങ്കിൽ തന്നെ അതിലൊക്കെ മഹാന്മായ പണ്ഡിതന്മാർ അള്ളാഹു റസൂൽ ജീവിതമായി താരതമ്യം ചെയ്ത് ഖിയാസിലൂടെ ഇജ്മായിലൂടെയൊക്കെ നമുക്കതൊരു വിധി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലാണെങ്കിലും അള്ളാഹു റസൂൽ ഇത്തിബാ ഇല്ല എന്ന് പറഞ്ഞൊഴിവാക്കാൻ സാധ്യമല്ല. ഒന്ന് പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ ഫോളോ ചെയ്യുക, അതാണ് ആവശ്യം. നമ്മൾ ഒരുപാട് കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി, പക്ഷെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിലോ ഒക്കെ വേസ്റ്റായി. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചു, എന്നിട്ട് എന്താക്കി ഡോക്ടറുടെ അടുത്ത് ചെന്നു, നമ്മളതിനെക്കുറിച്ച് ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി, എന്നിട്ടോ എന്താണ് രോഗമെന്ന് നിർണയിച്ചു, അതിനുവേണ്ടി ഒരു കൃത്യമായ മരുന്ന് നിർദ്ദേശിച്ചു, മരുന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു. ഒരുപാട് ഒത്താനം നടന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മരുന്ന് കിട്ടി, മരുന്ന് കഴിച്ചില്ലെങ്കിലോ ഈ പറയപ്പെട്ടതൊക്കെ വേസ്റ്റ്. മരുന്ന് കഴിച്ചാലാണ് എന്താക്കുക? ഈ പറയപ്പെട്ട ഉപകാരമുള്ളൂ, അല്ലേ? ഇന്നതാണ് അസുഖമെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ പ്രതിരോധം എന്നുള്ള മരുന്നും കൂടി കയ്യിൽ കിട്ടി. പക്ഷേ ആ മരുന്ന് കുടിച്ചില്ലെങ്കിൽ എന്താ? ഈ ചെയ്ത എല്ലാം അവർ വേസ്റ്റായി. ആ ടെസ്റ്റും വേസ്റ്റായി, അതിന് പോയിരിക്കുന്ന സമയം വേസ്റ്റായി, ഡോക്ടർ കൊടുത്തിരിക്കുന്ന ഫീസും മരുന്നിൻ്റെ പൈസ ഒക്കെ വേസ്റ്റായി. ആ മരുന്ന് കുടിക്കുന്നില്ലെങ്കിൽ, ആ മരുന്ന് കുടിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വേണ്ടുകയുണ്ടെങ്കിൽ നമുക്കെന്താക്കി അസുഖം മാറുക, എല്ലാത്തിൻ്റെയും ഫലം ലഭിക്കാം. അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദരിമാരെ ഒരുപാട് സുന്നത്തിനെ കുറിച്ച് കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി, പക്ഷെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ ഈ കേട്ടതൊക്കെ വേസ്റ്റാണ്. നമ്മുടെ സമയം വേസ്റ്റാണ്, എല്ലാം വേസ്റ്റാണ്. അതുകൊണ്ട് ചെറുതും വലുതാവട്ടെ പഠിച്ചൊരു സുന്നത്ത്
ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിൻ്റെ ലാഭം നമുക്കുള്ളൂ. നമ്മൾ ഇൽമുൽ ബർക്കത്തും അമൽ തൗഫീഖും ചെയ്യട്ടെ. അപ്പോൾ സഹോദരങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചു, നമ്മുടെ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും, നമ്മുടെ ഉറക്കിൻ്റെ വിഷയത്തിലാണെങ്കിലും, നമ്മുടെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും, നമ്മുടെ യാത്ര വിഷയത്തിലാണെങ്കിലും, ഇങ്ങനെ ഏതേത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിലൂടെ വളരെ നിസ്സാരമായി, ഒരു സാമ്പത്തിക ചെലവില്ലാതെ, ഒരു സമയനഷ്ടമില്ലാതെ, അങ്ങനെ നമ്മുടെ ശരീരത്തിന് എനർജി നഷ്ടപ്പെടാതെ നമുക്ക് അല്പം ശ്രദ്ധിച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് നന്മകളുണ്ട്. ഒരുപാട്, അതിൽ ചെറുത് മാത്രം സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇതുപോലെ നമ്മൾ നന്മതിന്മ തൂക്കുന്ന കിതാബിനപ്പുറത്ത് നന്മയും തിന്മയും എഴുതിയ കിതാബ് നമുക്ക് വാങ്ങണം. ഒരു വലിയൊരു ഒരു ഘട്ടമാണത്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ മറികടക്കേണ്ട 2-3 പ്രധാനപ്പെട്ട ഘട്ടം അത് നന്മ തിന്മ തൂക്കുന്നതാണ്. മനുഷ്യന്മാരെല്ലാം മറന്ന് ബേജാറാകുന്നൊരു ഘട്ടമാണ് നന്മ തിന്മ തൂക്കുന്ന ആ സ്ഥലം. കാരണം അവിടെ നിന്നെങ്ങാനും രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ എന്നേക്കുമായി പരാജയമാണ്. ഇതുപോലെ മറ്റൊരു ഘട്ടമാണെന്ത്, മനുഷ്യൻ്റെ കിതാബ് ഇടത് കൈയിലോ വലത് കൈയിലോ എന്താക്കും, അല്ലേ? വിശുദ്ധ ഖുർആൻ 2-3 സ്ഥലത്ത് ആ രംഗം പറയുന്നുണ്ട്. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉ ഖറഉ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാളിയ ഫീ ജന്നത്തിൻ ആലിയ. തുടർന്ന് ഇങ്ങനെ ആയത്തുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്താ പറയുന്നത് അവിടെ? വേറെ സ്ഥലത്ത് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്ത് അമ്മ ജൂസിൽ തന്നെ ഒരു സൂറത്ത് പറയുന്നുണ്ട്. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, പിന്നെ അമ്മാമൻ ഊതിയ കിതാബഹു വറാ ലഹി. 2 ശൈലി. ആരുടെ കിതാബ് വലത് കൈയിൽ നൽകപ്പെടുന്നോ, ആരുടെ കിതാബ് പിറകിലൂടെ നൽകപ്പെടുന്നോ, ഒരു ശൈലി വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് കുറച്ചുകൂടി വിശാലമായി പറഞ്ഞിരിക്കുന്നതാണ് അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി. ഏതൊരുവന്റെ കിതാബാണ് വലത് കൈയിൽ നൽകപ്പെടുന്നത്, ഫയഖൂലു, അപ്പോൾ ആ മനുഷ്യൻ പറയും, ഹാഉ ഖറഉ കിതാബിയ, എൻ്റെ കിതാബൊന്ന് വായിച്ചു നോക്കി. കുടുംബക്കാരടുക്കിലേക്കൊക്കെ ഓടിച്ചെന്ന് സന്തോഷം കൊണ്ടെന്താക്കും തുള്ളിച്ചാടിയിട്ട് മാഷറിൽ നിന്ന് മനുഷ്യൻ പറയും, ഹാഉ ഖറഉ കിതാബിയ. ആ ഖുർആന്റെ ശൈലി നിങ്ങൾ നോക്കണം. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഈ ഹിസാബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ദുനിയാവെന്ന് ഞാൻ എന്താക്കിയിരുന്നു, മനസ്സിലാക്കിയിരുന്നു, ഭാവിച്ചിരുന്നു, ധരിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് ഇവിടെ നമുക്കറിയാലോ, ഒരു കുട്ടി നന്നായിട്ട് മാർക്ക് വാങ്ങിച്ച് അവാർഡൊക്കെ അല്ലെങ്കിൽ 1ാം റാങ്ക് 2ാം റാങ്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെക്കുറിച്ച് ചാനലുകാരൊക്കെ പോകും, അല്ലേ? അവരെ കുറിച്ച് ന്യൂസൊക്കെ വരും, പല ചോദ്യങ്ങളും ചോദിക്കും. അപ്പം അതിന് മറുപടിയൊക്കെ പറയും സന്തോഷത്തോടു കൂടി. ഇതുപോലെ ഈ മനുഷ്യനും അവിടുന്ന് പറയും, കിതാബ് വലതുകയിൽ കിട്ടിയ മനുഷ്യൻ, കിതാബിയ, എൻ്റെ കിതാബൊന്ന് വായിച്ചു നോക്കിയ. വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ പരിചയമുള്ള സൂറത്തുൽ കഹ്ഫിലൊക്കെ പറയുന്നുണ്ട്, അല്ലേ? മാലി ഹാദൽ കിതാബ്, അല്ലാഹ് അവരോട് പറയും, ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നിന്റെ കിതാബിനെ വായിച്ചു നോക്ക്, മതി. നിന്റെ കിതാബിനെ വായിച്ചാൽ തന്നെ നിന്റെ ഹിസാബ് മതി. കാരണം ഈ മനുഷ്യൻ വായിച്ചു നോക്കും, അത്ഭുതപ്പെടും. അവൻ പറയും, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായി ഒന്നുപോലും ഈ കിതാബിൽ വിട്ടേച്ച് പോയില്ലല്ലോ, എന്തൊരു അത്ഭുതമാണ് എന്ന് മനുഷ്യർക്കാർക്കും അത്ഭുതം കൂറും. കാരണം അവൻ മറന്നു കാണും, അവൻ പലതും മറന്നു കാണും. ജീവിതത്തിൻ്റെ പല മേഖല ചെയ്ത് 10-60 വർഷം 70 വർഷം ജീവിച്ചപ്പോൾ ഏകദേശം അവന് തക്ലീഫ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായത് മുതൽ ബുദ്ധിയുള്ള ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ സകലതാണ് റെക്കോർഡാക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലേ? അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാം അതിലുണ്ട്. ചെയ്ത നമ്മൾ മറന്നെങ്കിലും ആ കിതാബിലെല്ലാം കാണുമ്പോൾ മനുഷ്യൻ പറയും, മാലി ഹാദൽ കിതാബ്, ഇതൊക്കെ നമുക്ക് വരാനുള്ളതാണ്, ഇത് കെട്ടുകഥയല്ല. അല്ലാഹ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ കിതാബ് നമ്മുടെ കയ്യിൽ തരും, അത് വായിക്കുമ്പോൾ നമ്മൾ അതിശയപ്പെടും. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായി ഒന്നുപോലും ഈ കിതാബിൽ ഇല്ലാതെ പോയില്ലല്ലോ എന്നവർ എന്താക്കും, ഈ കിതാബ് നൽകുന്ന സീനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒന്നുകിൽ ഇടത് കയ്യിലാണ്, അല്ലെങ്കിൽ വലത് കയ്യിലാണ്. ഈ വലത് കയ്യിൽ കിതാബ് വാങ്ങാൻ ലഭിച്ച ആൾക്കാരെ കുറിച്ച് അന്നേരം പറയുന്നു, അവനെന്താക്കി ഇത് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കുടുംബക്കാരടുക്കലേക്ക് ഓടിച്ചെല്ലു, ഹാഉ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാളിയ. പിന്നീടാവട്ടെ വലത് കയ്യിൽ കിതാബ് വാങ്ങിച്ച ആൾക്കാർ നല്ല സംതൃപ്തമായ സ്വർഗീയ ജീവിതത്തിലായിരിക്കും. സ്വർഗത്തിന്റെ പഴവറുകൾ അവനെ കൊണ്ട് ഇങ്ങോട്ട് തേടി വരും.
സ്വർഗത്തിൻ്റെ വ്യത്യസ്തമായ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. ദുനിയാവിലെ ഫ്രൂട്ട്സുകൾ പോലെയല്ല. ദുനിയാവിലെ പഴവർഗ്ഗങ്ങളും സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങളും തമ്മിൽ പേരിൽ മാത്രമേ ബന്ധമുള്ളൂ എന്നാണ്. ഇതിനേക്കാൾ എത്രയോ അനുഗ്രഹീതമാണ് സ്വർഗത്തിലെ ഓരോ പഴവർഗ്ഗങ്ങളും. എന്നാൽ ആ പഴവർഗ്ഗങ്ങളൊക്കെ അവനെ തേടി ഇങ്ങോട്ട് വരും. ഖുതൂഫുഹ ദാനിയ, എന്നിട്ട് അവരോട് പറയും കുലൂ വശ്റബൂ ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കഴിഞ്ഞ കാല ജീവിതത്തിൽ ദുനിയാവിൽ വെച്ച് നിങ്ങൾ കുറച്ച് പ്രയാസപ്പെട്ടില്ലേ, കുറച്ച് കഷ്ടപ്പെട്ടില്ലേ, കുറച്ച് ഉറക്കൊക്കെ ഒഴിഞ്ഞില്ലേ? ആ കഷ്ടപ്പെട്ടതിന് പകരമായി നിങ്ങൾ അവളെ വിശാലമായി തിന്നുകൊള്ളുക, കുടിച്ചുകൊള്ളുക. ഈ രൂപത്തിലെന്താക്കും? സ്വർഗത്തിൽ നിന്ന് അവരോടെന്താക്കും? കിതാബ് വലത് കയ്യിൽ വാങ്ങുന്ന മനുഷ്യനോട് സ്വർഗത്തിൽ പറയപ്പെടും റബ്ബിൻ്റെ ഭാഗത്തുള്ള സൽക്കാരം. ഇവിടെ വലത് കയ്യിൽ കിതാബ് വാങ്ങാൻ അവസരം കിട്ടിയ ആൾക്കാരെ കുറിച്ച് അതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നാലോ തൊട്ടടുത്ത് ബാക്കിയുള്ള പറയാണ് ഇനി ഏതൊരുത്തൻ്റെ കിതാബാണോ ഇടത് കയ്യിൽ നൽകപ്പെടുന്നത് ഫയഖൂലു, ആ മനുഷ്യനും പറയും യാ ലൈതനീ ലമൂത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. ശുദ്ധ ഖുർആൻ. ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗത്തിൻ്റെ നേരെ ലഫ്ളും ബിലഫ്ളും അർത്ഥമല്ലാതെ ഒരു വ്യാഖ്യാനം ഞാൻ ചെയ്യുന്നില്ല. അതിന് നേരെ ലഫ്ളും ബിലഫ്ളും അർത്ഥേ പറഞ്ഞത്, പദാനുപദ അർത്ഥം. അല്ലാഹ് പറയണം അമ്മാമനൂതിയ കിതാബഹു ബിശിമാലി. ഇനി ഏതൊരുവൻ്റെ കിതാബാണോ ഇടത് കയ്യിൽ നൽകപ്പെടുന്നത് ഫയഖൂലു, ആ മനുഷ്യനും പറയും. എന്താ പറയുക? ഹോ ഉമുഖറഉ കിതാബിയ എന്നാണ് വലത് കയ്യിൽ വാങ്ങിച്ചവൻ സന്തോഷത്തോടും തുള്ളിച്ചാടി പറഞ്ഞു. ഈ മനുഷ്യൻ എന്താ പറയാ? യാ ലൈതനീ ലം ഊത കിതാബിയ, ഓ എൻ്റെ കഷ്ടമേ, എൻ്റെ സങ്കടമേ, ദുഃഖമേ, എനിക്കെൻ്റെ കിതാബ് നൽകപ്പെട്ടില്ലെങ്കിൽ അത്ര നന്നായിരുന്നേനെ. കിതാബ് വേണ്ടായിരുന്നു, എൻ്റെ കിതാബ് എനിക്ക് വേണ്ടായിരുന്നു. നന്നായി എക്സാം എഴുതിയ മക്കളും എക്സാം എഴുതിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ എന്താക്കും? അധ്യാപകനെ ഇടങ്ങാറാക്കി തുടങ്ങും. ആൻസർ പേപ്പർ. കാരണം അവർക്ക് ധാരണയുണ്ട് നന്നായിട്ട് മാർക്ക് ഉണ്ടാവുന്നു. എന്നാൽ തീരെ എഴുതിയിട്ടില്ല, വളരെ മാർക്ക് കുറവായിട്ടെങ്കിലോ അവനെന്താ പറയാ? പേപ്പർ വേണ്ടാന്നാണ് അല്ലേ? അവനെന്താ പറയാ? പേപ്പർ വേണ്ടാന്നാ പറയാം അല്ലേ? ഇവിടെ അള്ളാഹുനോട് ഈ മനുഷ്യൻ പറയാം, പരലോകത്തവൻ പറയാം യഖൂലു യാ ലൈതനീ ലമൂത കിതാബിയ, ഓ എൻ്റെ കിതാബ് നൽകപ്പെട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, ഞാനെന്ന ഈ സാധനം ഇവിടുന്ന് അങ്ങ് നശിച്ച് ഇല്ലായ്മയിലേക്ക് എത്തിപ്പോയെങ്കിൽ. ഞാനെന്ന സാധനം ഉണ്ടല്ലോ മനുഷ്യൻ, ഞാനിവിടെ ഉണ്ടല്ലോ പരലോകത്ത്, ഞാൻ നശിച്ചു പോയി, ഞാൻ തന്നെ ഇല്ലാതെ അങ്ങ് തീർന്നു പോയെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതഹാ കാനത്തിൽ ഖാലിയ. എന്നിട്ട് അവൻ പറഞ്ഞ രണ്ട് ഡയലോഗുണ്ട്. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. മാ അഗ്ന അന്നി മാലിയ, എൻ്റെ സമ്പത്തൊന്നും എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ സകല രാജാധികാരവും നഷ്ടപ്പെട്ടു പോയല്ലോ. അധികാരത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയായിരിക്കും മനുഷ്യന്മാരെന്താക്കാം ഏറ്റവും കൂടുതൽ അധ്വാനിക്കുക. പല തിന്മകൾ ചെയ്യുന്നതും ആ മേഖലയിലായിരിക്കാം. പലപ്പോൾ പല നന്മകളും ഒഴിവാക്കേണ്ടി വരുന്നൊക്കെ ഈ ഇതിൻ്റെ മേഖലയിലായിരിക്കാം. അതുകൊണ്ട് ഈ മനുഷ്യൻ പറഞ്ഞ വാക്ക് മാ അഗ്ന അന്നി മാലിയ, ഞാൻ ഈ സമ്പത്തിൻ്റെ പിറകെ ഓടി 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 ഒരുപാട് സമയം ചെലവഴിച്ച് ഒരുപാട് സമ്പത്ത് ഒരുമിച്ച് കൂട്ടി, പക്ഷേ മാ അഗ്ന അന്നി മാലിയ, എൻ്റെ സമ്പത്തൊന്നും എനിക്കിവിടെ പ്രയോജനപ്പെട്ടില്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ, അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഓടി നടന്നു, ഉറക്കമൊഴിഞ്ഞു, അധ്വാനിച്ചു. അങ്ങനെ ദുനിയാവ് കുറച്ച് അധികാരമൊക്കെ എനിക്ക് ഉണ്ടായത്. പക്ഷേ ഹലക അന്നി സുൽത്താനിയം, എൻ്റെ സകല അധികാരവും നഷ്ടപ്പെട്ടു പോയല്ലോ. അവിടെ നിന്ന് കേൾക്കും ഖുർആന. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ അടുത്ത ഓർഡറാണ്. സൂറത്തിൻ്റെ ബാക്കിയായത്ത് ഖുദൂഹു, മലക്കുകൾ കൽപ്പന, ഖുദൂഹു, അവരെ പിടിക്കൂ മലക്കുകളെ, ഫഗുല്ലൂഹു, അവരെ ബന്ധിക്കൂ മലക്കുകളെ, സുമ്മൽ ജഹീമ സല്ലൂ, പിന്നെ നരകത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കൂ മലക്കുകളെ. മലക്കൾക്കുള്ള ഓർഡർ ഖുദൂഹു, അവരെ പിടിക്കൂ മലക്കുകളെ, പിന്നെ ഫഗുല്ലൂഹു, അവരെ ബന്ധിക്കൂ മലക്കുകളെ, സുമ്മൽ ജഹീമ സല്ലൂ, പിന്നെ നരകത്തിലേക്ക് അവരെന്താക്കും? പ്രവേശിപ്പിക്കൂ, വലിച്ചെറിയും. ثم في سلسلة ذرعها 70 ذراعا فاسلكوه,
പിന്നെ 70 മുഴമുള്ള ചെങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് അവരെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നരകത്തിലേക്ക് എറിയപ്പെടുന്ന മനുഷ്യന്മാർക്ക് വെക്കുന്ന ആമത്തിൻ്റെ അളവ് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതെത്രയാ? 70 മുഴമാണ്. പണ്ഡിതന്മാർ പല വ്യാഖ്യാനം നൽകപ്പെട്ടു. ഏതായാലും ഖുർആൻ പറഞ്ഞു 70 മുഴമുള്ള ചെങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് നരകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊരു വ്യാഖ്യാനം നൽകി, അതിന് വിശദീകരണം നൽകി. ഈ ചെങ്ങൽ എവിടുന്നാണ് കൊണ്ടുവരുന്നത്, എന്താ മേടത്? അള്ളാഹു റസൂൽ പറഞ്ഞു, നരകത്തിൽ ചുട്ട് പഴിപ്പിക്കപ്പെട്ട ചെങ്ങലാണ്, ആമമാണത്. അതെന്താക്കും? അവൻ്റെ പിന്തുവാരത്തിലൂടെ എന്താക്കും? അത് കയറും, തുളച്ചു കയറും, അവൻ്റെ വായിലൂടെ പുറത്തേക്ക് വരും. പിന്തുവാരത്തിലൂടെ ആ ചെങ്ങല തുളച്ചു കയറും, എന്നിട്ട് വായിലൂടെ പുറത്തേക്ക് വരും. ഉള്ളും പുറകും ഒരുപോലെ ബന്ധിച്ചുകൊണ്ടാണ് നരകത്തിൻ്റെ അവകാശികളാകുന്ന കുറ്റവാളികളെ നരകത്തിലേക്ക് വലിച്ചിറന്ന് നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ ഖുർആനും അതിൻ്റെ വിശദീകരണം ഹദീസുമാണ്. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞ സുഹൃത്തുക്കളെ? ഇതാരെക്കുറിച്ചാണ്? കിതാബ് ഈ ഇടത് കൈയിൽ വാങ്ങാൻ വിധിക്കപ്പെട്ട ആൾക്കാരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. എന്നാലോ വലത് കൈയിലാണോ നമ്മൾ കിതാബ് വാങ്ങാൻ അവസരം ലഭിച്ചതെങ്കിൽ അവനെക്കുറിച്ചും ആദ്യം പറഞ്ഞു. എത്ര സന്തോഷമായിരിക്കും അവനിക്ക്. എങ്ങനെ വലത് കൈയിൽ കിതാബ് വാങ്ങാം, എന്തുകൊണ്ട് ഇടത് കൈയിൽ കിതാബായിപ്പോയി? ഇവിടെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയും കടന്നു വരേണ്ടത്. മഹാനായ പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്തോ നമ്മുടെ എല്ലാം എന്താകും? നമ്മൾ സ്വീകരിക്കും. അല്ല നമ്മുടെ പ്രവൃത്തി സഹായിച്ചില്ല, അധ്വാനം എന്നതിൻ്റെ അർത്ഥം. നമ്മുടെ അധ്വാനം, നമ്മുടെ മെനക്കെടൽ അല്ല സ്വീകരിക്കണമെങ്കിൽ അല്ല തൃപ്തിപ്പെടണം. ആ തൃപ്തിപ്പെടണമെങ്കിൽ ഏക വഴിയേ ഉള്ളൂ, അത് മഹാനായ പ്രവാചകനെ ഫോളോ ചെയ്തേ പറ്റൂ. അത് നമ്മുടെ ദിനചര്യകളെല്ലാം മൊത്തത്തിൽ ഏതൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്താൽ മതി. അതിനായിട്ട് ഒരുപാട് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാഹു റസൂലിൻ്റെ സുന്നത്തിനെ ഫോളോ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഒന്നത് കാര്യം മനസ്സിലാക്കണമെന്നേ ഉള്ളൂ, അല്ലേ? ഒന്ന് മനസ്സിലാക്കണം ആദ്യം എന്റേതാണ് എന്നുള്ളത്. കാരണം നമ്മുടെ വസ്ത്രധാരണം ഒരു വലിയ കാര്യമാണ്. 8-10 മണിക്കൂറൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിൽ നീണ്ടു നിൽക്കുന്ന കാര്യമാണ് വസ്ത്രധാരണം. അല്ലാഹു റസൂൽ ചെയ്ത പോലെ ചെയ്യൂ. എന്തൊരു വാഗ്ദാനമാണ്! ബിസ്മി ചൊല്ലി വലതിനെ മുന്തിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കൂ. പുരുഷന്മാരാൽ നെരിയാണിക്ക് മുകളിലാവട്ടെ, ആൺ പെൺ വ്യത്യാസമില്ലാതെ ടൈറ്റുള്ള വസ്ത്രം ധരിക്കൽ നിരുത്സാഹപ്പെടുത്തി ഇസ്ലാം. അതൊരു പ്രാർത്ഥന ഉണ്ട്. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ചെറിയ പ്രാർത്ഥനയാണ്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനപ്പാടാക്കിയിട്ട് സുഹൃത്തുക്കളെ, ഈ ദുആ പഠിച്ചവരാണെങ്കിൽ ഇത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ചിലപ്പോഴൊക്കെ ഇബ്ലീസ് മറപ്പിക്കും നമ്മൾ. ഇബ്ലീസ് എന്താക്കും? മറപ്പിക്കും നമ്മൾ. ഏതായാലും ഇടത്തേക്കാലോ വലത്തേക്കാലോ രണ്ടാലൊരു കാലം ധരിക്കുമല്ലോ. ഇടത്തെ കൈയോ വലത്തെ കൈയോ രണ്ടോ ഒരു കൈ ഓരോന്നോ ആദ്യമായിട്ടല്ല, രണ്ടും ഒന്നിച്ചിട്ട് നമുക്ക് കാല് ധരിക്കാൻ പറ്റുമോ? പറ്റൂല. ഏതെങ്കിലും ഒന്ന് മുന്തിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ബിസ്മി ചൊല്ലുകൊണ്ട് വലത്തേക്കാലം തന്നെ മുന്തിക്കുക. വലത്തേക്കാലം മുന്തിച്ചുകൊണ്ട് തന്നെ വസ്ത്രം ധരിക്കാൻ ഒന്ന് ചെറിയ ശ്രമം നടത്തിയാൽ മതി. 1-2 ആഴ്ച അത് പരിശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആ നിലക്ക് എന്താകും? നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. ബിസ്മി ചൊല്ലിയിട്ട് തന്നെ എന്താക്കണം? ഏത് കാര്യം ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുക. വലത കൊണ്ട് ആരംഭിക്കുക. അഴിച്ചു വെക്കുമ്പോഴാവട്ടെ നമ്മൾ ഇടതിനെ കൊണ്ട് ആരംഭിക്കുക. അഴിച്ചു വെക്കുമ്പോൾ ഇടത്, ധരിക്കുമ്പോൾ വലത്. ബിസ്മില്ല ചൊല്ലുക. എന്താ ഇത് പഠിക്കാനുള്ളത്? ഇതിലെന്താ അധ്വാനമുള്ളത്? ഇതെന്താ മെനക്കെടുള്ളത്? ഇതെന്താ സാമ്പത്തിക നഷ്ടമുണ്ടോ? സമയം ഒന്നുമില്ല. ഈ ബിലീസ് ഇവിടെയൊക്കെ എന്താക്കും പറയാം? നമ്മളെ മനസ്സിന് വേറെന്തെങ്കിലും തിരക്കിലൂടെ എന്താക്കും? ശ്രദ്ധ തെറ്റിക്കും. അത് വലതിടുന്നവർ ഇടതിടിക്കും. ബിസ്മില്ലാഹി പറയും. എന്നിട്ട് ഒറ്റ പ്രാർത്ഥന, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാവുന്ന സർവ്വസ്തുതിയും, അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? കസാനി ഹാദാ, ഇതെന്നെ ധരിപ്പിച്ചു. അൽഹംദുലില്ലാഹി കസാനി ഹാദാ വറസഖനീഹി, ഈ വസ്ത്രം എനിക്ക് നൽകുകയും ചെയ്തു. മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, എൻ്റെ കഴിവോ ശേഷിയോ സ്വാധീനമോ ഒന്നില്ലാതെ ഈ വസ്ത്രം എനിക്ക് നൽകി, എന്നെ ഈ വസ്ത്രം ധരിപ്പിച്ചു. അങ്ങനെയുള്ള അല്ലാഹു തആലാക്കാകുന്നു സർവ്വസ്തുതിയും എന്നർത്ഥം വരുന്ന ഈ ദുആ പറയും. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഇവിടെ ഭക്ഷണത്തിന് ശേഷം ഇതേ പ്രാർത്ഥന തന്നെയാണ്. അവിടെ കസാനിക്ക് പകരം അത്അമനിന്ന് മാത്രം മാറ്റിയാൽ മതി. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ എന്ന് കസാനിക്ക് പകരം അത്അമനി മാത്രം മാറ്റാൻ ആ പ്രാർത്ഥനയായി. എന്താ ഇതിൻ്റെ ഓഫർ? മൻ ഖാല, ആരെങ്കിലും ഈ പ്രാർത്ഥന പറഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷം അങ്ങനെ, വസ്ത്രത്തിന് ശേഷം ഇങ്ങനെ കസാനി അത്അമനി മാറ്റിയാൽ, ഓഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി,
ചെയ്തു പോയ ചെറുപാവങ്ങളൊക്കെ അള്ളാഹു പൊറുക്കും. നോക്കണം, എന്താ ചെയ്ത സുഹൃത്തുക്കളെ? ഈ വസ്ത്രം അല്ല എനിക്ക് തന്നു, എൻ്റെ കഴിവുണ്ടോ? നമ്മൾ ധരിച്ച വസ്ത്രം നമ്മൾ നെയ്തതാണ്. എവിടെ നിന്നൊക്കെ ആരുടെയോ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വസ്ത്രം ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വന്നിരിക്കുന്നത്. നമ്മൾ 100, 200, 300 കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചു ധരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പിറകിൽ ആരുടെയൊക്കെ അധ്വാനമാണ്. എൻ്റെ കഴിവോ ശേഷം ഇതിലില്ല. അങ്ങനെ എനിക്ക് വസ്ത്രം നൽകി, എന്നെ ധരിപ്പിച്ചു. അങ്ങനെ അള്ളാഹ്ക്കാൻ സർവ്വസ്തുതയും എന്ന അർത്ഥം വരുന്ന ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് നമ്മൾ എന്താക്കി വസ്ത്രം ധരിച്ചു. എന്നിട്ടോ നമ്മൾ ബിസിനസ്സിന് പോയി, അല്ലേ? രാവിലെ 6 മണിക്ക് വസ്ത്രം ധരിച്ചു, ഇനി രാത്രി തിരിച്ച് 6 മണിക്ക് വീട്ടിലേക്ക് വന്നിട്ടാണ് നമ്മൾ വസ്ത്രം അഴിച്ചു വെക്കുന്നത്. അവിടെ ബിസ്മി ചൊല്ലി ഇടതിന് മുന്തിച്ചുകൊണ്ട് അഴിച്ചു വെച്ചു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 12 മണിക്കൂർ നീണ്ടു നിന്നൊരമല നമുക്ക് കിട്ടിയിരിക്കുന്നത്. 12 മണിക്കൂർ നീണ്ടു നിന്നൊരമല് നമ്മുടെ നന്മദിനം തൂക്കുന്ന ത്രാസിലെന്തായി നമുക്ക് ലഭിച്ചു. അതുപോലെ നമ്മുടെ കിതാബിൽ എന്താക്കി, അല്ലേ? 2024 ഫെബ്രുവരി എത്ര ഡേറ്റ്? 23 2026 ഫെബ്രുവരി 22 എന്താണ് ഇത്ര മണിക്കൂർ? 12 മണിക്കൂർ വസ്ത്രത്തിൻ്റെ പേരിൽ കിതാബിൽ ഇങ്ങനെ കാണുക. ഉറക്കത്തിൻ്റെ പേരിൽ ഒരു 6 മണിക്കൂർ ഉറങ്ങിയാണ്. അവിടെ സുന്നത്തായ ഉറക്കാണെങ്കിൽ അവിടെ 6 മണിക്കൂർ. മലമൂത്ര വിസർജനം ഇത്ര മണിക്കൂർ ഇത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ സുന്നത്തായതെങ്കിൽ 10 മിനിറ്റ്, 5 മിനിറ്റ്, 2 മിനിറ്റ്, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഫോളോ ചെയ്ത് കൊണ്ടാണോ നമ്മുടെ ദിനചര്യകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്താകും? നന്മ തിന്മ തൂക്കുന്ന കിതാബിൽ ആ സമയവും ഡേറ്റും ഒക്കെ അവിടെ കാണും. നമ്മൾ മൊത്തം തൂക്കൂല. നമ്മുടെ ജീവിതം തക്ലീഫായതുപോലെ മരിക്കുന്നത് വരെയും നമ്മുടെ ജീവിതം തൂക്കുമ്പോൾ ആ ജീവിതം മുഴുവൻ നന്മ കൊണ്ട് നിറയണമെങ്കിൽ, അള്ളാഹ് തൃപ്തിപ്പെട്ട രൂപത്തിലാവണമെങ്കിൽ സഹോദരങ്ങളെ, ഈ നിലയ്ക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കൊണ്ടെന്താക്കണം? ജീവിതം നിറയണം. വേറെ രക്ഷയില്ല, വേറെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ എന്താക്കണം? ഇത് പഠിക്കണം, മനസ്സിലാക്കണം. ഉറക്കാവട്ടെ, വസ്ത്രമാവട്ടെ, മലമൂത്ര വിസർജനമാവട്ടെ, നമ്മുടെ ഭക്ഷണ പാനീയങ്ങൾ ഉപയോഗിക്കുന്ന വിഷയമാത്ര ആവട്ടെ, ഇത് നമ്മുടെ ട്രാവലിംഗ് ആവട്ടെ, നമ്മുടെ ബിസിനസ് ആവട്ടെ, എന്ന് വേണ്ട, നമ്മൾ രാവിലെ ഉണർന്നത് മുതൽ വീണ്ടും നമ്മൾ ഉറങ്ങാൻ വേണ്ടി നമ്മുടെ ബെഡ്റൂമിൽ തിരിച്ചു പോകുന്നത് വരെ എല്ലാത്തിലും മഹാനായ പ്രവാചകന്റെ മാതൃകയുണ്ട്. ഈ മാതൃകയ്ക്ക് പിൻപറ്റുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളാണ് ഈ പറയപ്പെട്ട വാഗ്ദാനം. ഈ പറയപ്പെട്ട വാഗ്ദാനം അവർക്കാണ്, അല്ലേ? മറ്റൊന്നുകൊണ്ട് കാര്യമില്ല. നമ്മുടെ മറ്റു ബാഹ്യമോ ഒരു സ്വാധീനയുടെ ബാധകമല്ല. അള്ളാഹ് റസൂലിൻ്റെ ജീവിതം തന്നെ വരണം. നമ്മളെല്ലാം ഇന്നലെ നാളെ മരിച്ചു പോകേണ്ടവരാണ്, അല്ലേ? ഇന്ന് നാളെ മരിച്ചു പോകേണ്ടവരാണ്. മയ്യത്ത് കട്ടിൽ ചുമന്നു പോകുന്ന മയ്യത്തിനെ കുറിച്ച് അള്ളാഹ് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം ആ ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്. നിങ്ങൾ മയ്യത്ത് കട്ടിൽ ചുമന്നു കൊണ്ടുപോകുന്ന മയ്യത്ത് അത് സ്വാലിഹായ മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് പറയും, കത്തിമോനി, നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോ. വൈകാലത്ത് ഗൈറു സാലിഹ, അത് ഗൈറു സാലിഹാണെങ്കിൽ ആ മയ്യത്തും പറയും, എന്താ പറയുക? യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, ഓ എൻ്റെ കഷ്ടമേ, സങ്കടമേ, മക്കളെ നിങ്ങൾ എന്നെ എവിടത്തേക്കാണ് കൊണ്ടുപോകല്ല മക്കളെ എന്നും ഈ മയ്യത്തെ വിളിച്ചു പറയും. ഇതൊക്കെ അല്ലാഹു റസൂൽ സഹീഹ് ഹദീസാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യേതര സൃഷ്ടികളൊക്കെയും ഈ ശബ്ദം കേൾക്കും. മനുഷ്യേതര സൃഷ്ടികളൊക്കെ എന്താക്കും? ഈ മയ്യത്തിൻ രോദനം കേൾക്കും, ആ നിലവിളി കേൾക്കും. സന്തോഷത്തിൻ്റെ വാക്കാണെങ്കിൽ കേൾക്കും, ഇനി ആ നിലവിളിയാണെങ്കിൽ കേൾക്കും. മനുഷ്യൻ മാത്രം കേൾക്കുന്നില്ല. എന്തുകൊണ്ട് മനുഷ്യൻ കേൾക്കുന്നില്ല? അല്ലാഹു റസൂലിന്റെ ബാക്കി പറഞ്ഞു, വലൗ സമിയൽ ഇൻസാനു, മനുഷ്യനെങ്ങാനും ആ മയ്യത്തിൻ്റെ കരച്ചിൽ കേട്ടാൽ ലസഇക, ബോധരഹിതരായി വീണുപോകും. സ്വാഭാവികമായിട്ട് ഒരു മയ്യത്തിനൊന്ന് ചാര കാണുക, മക്കൾ കാണും, അടുത്ത ബന്ധുക്കളായിരിക്കും കാണുക, അല്ലേ? നാട്ടുകാരൊക്കെ കാണും. പക്ഷേ മയ്യത്തിനോട് അടുപ്പ് കൂടുതലുള്ളവരായിരിക്കും മയ്യത്തിന് അടുത്തുണ്ടാവുക. ആ നിലയ്ക്ക് മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് തൻ്റെ ഉമ്മയോ ബാപ്പയോ നിലവിളിക്കുന്ന കേട്ട ഏത് മോനിക്കാ പിന്നെ ബോധം ഉണ്ടാവുക? അല്ലാഹു റസൂൽ പറഞ്ഞു, ലസഇക, ആ മയ്യത്തിൻ്റെ കരച്ചിൽ കേട്ടാൽ ആ മനുഷ്യൻ ബോധരഹിതനായി വീണുപോകും. ബോധം തെളിയുമ്പം വീണ്ടും ഉമ്മയുടെ കരച്ചിലുകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ബാപ്പയുടെ കരച്ചിലുകൾ കേൾക്കുന്നു, വീണ്ടും ബോധം കെടും. അങ്ങനെ മയ്യത്തിന് കബറിൽ വെക്കാൻ പോലും സാധിക്കാതെ നാശമായി പോകും. അതുകൊണ്ട് മനുഷ്യന്മാർ ശബ്ദം കേൾക്കുന്നില്ല, ആ മനുഷ്യേതര സൃഷ്ടികളൊക്കെയും ശബ്ദം കേൾക്കുന്നു. വലൗ സമിയൽ ഇൻസാനു ലസഇക. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ
ഇതുവരെ എത്രയോ മയ്യത്തുമായിട്ട് നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, സഹോദരി, സഹോദരങ്ങൾ, അയൽവാസികൾ, ബന്ധുക്കൾ പലരുടെയും ഖബറിലേക്ക് നമ്മൾ എന്തായി മയ്യത്തുമായി ചുമന്നു പോയിട്ടുണ്ട്. ഈ പറയപ്പെട്ട അവസ്ഥ ഒന്നിക്കൽ ഖദ്ദിമൂനി അല്ലെങ്കിൽ യാ വൈലഹ ഇന്നത്തെ ദഹബൂനബിയ രണ്ടാലൊരു വാക്ക് ഈ മയ്യത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നിക്കൽ കത്തിമോനി പെട്ടെന്ന് കൊണ്ടുപോകുമ്പോൾ മക്കളെ, വിദേശത്തുള്ള മക്കളൊക്കെ പിന്നെ വരട്ടെ, എന്തിനാണ് സ്വർഗത്തിലേക്ക് എൻ്റെ സ്വർഗം ആസ്വദിക്കാനുള്ള സമയം എന്തിനു വൈകിപ്പിക്കുന്നു? കാരണം സ്വാലിഹായ മയ്യത്താണെങ്കിൽ മഹാനായ പ്രവാചകനെ ഫോളോ ചെയ്തുകൊണ്ട് നല്ല സുന്നത്തായ അമലുകളിലൂടെ ജീവിതം ധന്യമാക്കിയ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് മരണത്തോടു കൂടി റിസൾട്ട് വന്നിട്ടുണ്ടാകും. ആ മനുഷ്യനെ സംബന്ധിച്ച് മരണത്തോട് റിസൾട്ട് വന്നിട്ടുണ്ടാവും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുന്തും തുഅദൂൻ. വിശുദ്ധ ഖുർആൻ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, എൻ്റെ റബ്ബ് അല്ലാഹു പ്രഖ്യാപിച്ചു, പറഞ്ഞു, അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടും ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെന്ന് റബ്ബിൽ മാത്രം അഭയം തേടി അതോടൊപ്പം സുമ്മസ്തഖാമും പിന്നെ മഹാനായ പ്രവാചകനെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ സകല മേഖലയിലും ആ നിലക്ക് ഇസ്തിഖാമത്തോടെ ജീവിച്ചു. രണ്ട് ഘടകങ്ങൾ. അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്താക്കും? തതനസ്സലു അലൈഹിമുൽ മലായിക, റഹ്മത്തിൻ്റെ മലക്കൾ അവരെക്കൊണ്ട് ഇറങ്ങി വരും മരണസമയത്ത്. മരണമാസന്നമായി ദുനിയാവിൻ്റെ പൂർണ്ണമായി അവസാനിച്ച് പരലോകത്തേക്ക് മുന്നിടാനാകുമ്പോൾ റഹ്മത്തിൻ്റെ മലക്കളെ ഇറങ്ങി വരുന്നത്. എന്നിട്ട് അവർ പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, ദുനിയാവിൻ്റെ ആൾക്കാരും മക്കളും വീടും കാറും എസ്റ്റേറ്റും ഇതെല്ലാം വിട്ടേച്ച് പോകുന്ന സങ്കടം വേണ്ട കേട്ടോ. അതുപോലെ ഖബർ മുതലായും ഖബർ മുതൽ എന്തായിരിക്കുമെന്നുള്ള പ്രയാസത്തെക്കുറിച്ച് പേടിയും വേണ്ട. അല്ലാ തഖാഫു വലാ തഹ്സനു, സ്വാഭാവികമായിട്ട് മനുഷ്യൻ മരിക്കാൻ പോകുന്ന മനുഷ്യൻ ഈ രണ്ട് സങ്കടം ഉണ്ടാവും അല്ലേ? തൻ്റെ മക്കള്, അതുപോലെ തന്നെ കുടുംബക്കാർ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ് ഇവരൊക്കെ വിട്ടേച്ച് പോകണം. ദുനിയാവിൻ്റെ കാര്യങ്ങൾ പലതും സമ്പാദിച്ച ഒരുപാട് കൊല്ലത്തെ അധ്വാനത്തിൻ്റെ ഫലങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതെല്ലാം വിട്ടേച്ച് പോകുന്ന സങ്കടം സ്വാഭാവികമാണ്. അതുപോലെ ഖബർ മുതൽ ഉണ്ടായിരിക്കും ഒരുപാട് കേടുണ്ട്. ഖബറിനെ കുറിച്ചും മാഷറിനെ കുറിച്ചൊക്കെ അവിടേക്ക് എൻ്റെ അവസ്ഥ എന്തായിരിക്കുന്ന പേടിയുമുണ്ട്. രണ്ടിനെയും സമ്മിശ്രമായിട്ട് റഹ്മത്തിൻ്റെ മലക്കൾ പറയുന്നു, അല്ലാ തഖാഫു വലാ തഹ്സനു, ഇവരിൽ നിന്നും വിട്ടേച്ച് പോകുന്ന സങ്കടവും വേണ്ട, ഖബർ മുതൽ അങ്ങോട്ടുള്ള പ്രയാസത്തെക്കുറിച്ചുള്ള പേടിയും വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് ഞങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നു സ്വർഗം കൊണ്ട്. നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാം, സന്തോഷിച്ചുകൊള്ളുക സ്വർഗം കൊണ്ട്. റിസൾട്ട് വന്നു എന്താ? നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. റഹ്മത്തിൻ്റെ മലക്കൾ അവസാന സമയത്ത് വന്ന് റിസൾട്ട് നൽകി. അബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുന്തും തുഅദൂൻ, അത് അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് തയ്യാർ ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്വർഗം. ആ സ്വർഗം സന്തോഷിച്ചു കൊള്ളുക, സന്തോഷത്തെ വാർത്ത അറിയിക്കുന്നു. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, നിങ്ങളുടെ ദുനിയാവിൻ്റെ ജീവിതത്തിൽ നിങ്ങളെ മിത്രങ്ങളായി സഹായികളായി റബ്ബിൻ്റെ മലക്കളായി ഞങ്ങൾ ഉണ്ടായിരുന്നു. വഫിൽ ആഖിറ, ഖബർ മുതൽ ഞങ്ങൾ ഉണ്ടാകും, പേടിക്കണ്ട. വലകും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും, നിന്റെ നഫ്സ് എന്താണോ ആഗ്രഹിക്കുന്ന സകലതും ആ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിൽ നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗമുണ്ടല്ലോ, ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്ന സ്വർഗമുണ്ടല്ലോ, അതിൽ നിനക്ക് ആഗ്രഹിക്കുന്നതിന് മനസ്സ് എന്ത് കൊതിക്കുന്നത് മുഴുവനുണ്ട് എന്ന് ചെന്ന് അവിടെ നിങ്ങൾ ആ സ്വർഗത്തിൽ ചെന്നെത്തിയപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം? വിഷമിക്കണ്ട. വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾ വിളിച്ച് ആവശ്യപ്പെട്ടാൽ മതി, നിങ്ങൾ ആവശ്യപ്പെടുന്ന മുഴുവൻ സംഗതികൾ ആ സ്വർഗത്തിലുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഗഫൂർ റഹീമായ റബ്ബിൻ്റെ സൽക്കാരമാണത്. ആ സൽക്കാരത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വന്ന മലക്കളാണ് ഞങ്ങൾ. അതുകൊണ്ട് പേടിക്കണ്ട, സങ്കടപ്പെടേണ്ട എന്ന് റഹ്മത്തിൻ്റെ മലക്കൾ എന്താക്കും? ഇവരോടെന്താക്കും? അവസാനം വാഗ്ദാനം ചെയ്യും. അല്ലാഹു നമ്മൾ ആ ഗണത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്താദികൾ, സഹോദരി, നമുക്ക് വേണ്ടപ്പെട്ടവർ മുഴുവൻ ആൾക്കാരെയും ഈ ഗണത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ മയ്യത്താണ് സഹോദരങ്ങൾ എന്ത് പറയുക? കദ്ദിമൂനി എന്ന് പറയും. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ ആ മനുഷ്യൻ എന്ത് പറയും? യാ വൈലഹ അയ്ന തദ്ഹബൂന ബിഹ. ഇങ്ങനെ രണ്ടാലൊന്ന് നമ്മൾ ഇതുവരെ ഏതൊക്കെ മയ്യത്തുമായിട്ട് ഖബർസ്ഥാനിലേക്ക് പോയിട്ടുണ്ടോ, സഹോദരൻ അല്ലാഹു റസൂലിന്റെ ഹദീസിന്റെ സാക്ഷ്യമാണ്. രണ്ടാലൊരു വാക്ക് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്ത് പറയിക്കണം? നമ്മൾ മരിച്ചു പോയിട്ടില്ല, നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും പ്രവർത്തിക്കാനൊക്കെ ഇപ്പോൾ അവസരമുണ്ട്. കദ്ദിമൂനി എന്ന് പറഞ്ഞുകൊണ്ട് പോകണമോ, അല്ല യാ വൈലഹ അയ്ന തദ്ഹബൂന ബിഹ എന്ന് പറഞ്ഞു പോകണോ? ചിന്തിക്കുക, നമ്മൾ മെനക്കിട. കദ്ദിമൂനി എന്ന് പറഞ്ഞു പോകണമെങ്കിൽ എന്ത് വേണം? ജീവിതത്തിൽ ഈ
നിഖില മേഖല ഏതാവട്ടെ, ചെറുതും വലുതുമാവട്ടെ, ഏതാവട്ടെ, ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്, പള്ളിയിൽ കയറുമ്പോൾ എന്താക്കുക, നമ്മൾ ബിസ്മി ചൊല്ലുക, അള്ളാഹിൻ്റെ സ്വലാത്ത് ചൊല്ലുക, അല്ലാഹുമ്മ അസ്അലുക അല്ലാഹുമ്മ അഫ്തഹ്ലി അബ്വാബ റഹ്മതിക്. ഇത് കേരള സുന്നത്തായി. ഇറങ്ങി പോകുമ്പോഴാണെങ്കിലും ഇടത്ത് കാലം വെച്ചുകൊണ്ടാണ് നമ്മൾ എന്താക്കേണ്ടത്, സ്വലാത്ത് പറയണം. എന്നിട്ട് അല്ലാഹുമ്മ അസ്അലുക മിൻ ഫദ്ലിക വറഹ്മതിക രണ്ടും കാണാം. ഏതായാലും ആ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന പറയുമ്പോഴെന്തായി, ഇവിടെ നമുക്കറിയാതെ നമ്മളെ സുന്നത്ത് വന്നു. ഇതിനെന്തൊക്കെ മെനക്കെടേണ്ട സുഹൃത്തുക്കളെ, ഇത് പ്രത്യേകിച്ച് മെനക്കെടില്ലല്ലോ. ഇങ്ങനെ വളരെ ചെറിയ ശ്രമത്തിലൂടെ ചൊട്ടി എടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇബ്ലീസ് എന്താക്കാൻ നമ്മളിതൊക്കെ പഴപ്പിക്കുക. നമ്മളെന്താക്കണം, പല കാരണങ്ങൾ തന്ന്, പല ചിന്തകൾ തന്ന്, പ്രത്യേകിച്ച് ദുനിയാവിൻ്റെ അലങ്കാരങ്ങളൊക്കെ ഇങ്ങനെ തന്നിട്ട് നമ്മളെന്താക്കണം, ഇബ്ലീസ് ഇതിൽ നിന്നൊക്കെ മാറ്റി കളയും. നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾ വിശ്വാസികളും അവിശ്വാസികളൊക്കെ ഒരുമിച്ചുകൊണ്ട് സദസ്സ റബ്ബിൻ്റെ ഒരു പ്രഖ്യാപനം വരും. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഓ മുജ്രിമീങ്ങളെ മാറി നിൽക്കൂ, നിങ്ങൾ വിശ്വാസികളായ എൻ്റെ മുഅ്മിനെ കൊടുത്ത് മാറി നിൽക്കുന്ന കൽപ്പന വരും. ആ രൂപത്തിൽ വേർതിരിയുന്നുണ്ടാവും. ഉപ്പ ഒരു ഭാഗത്താണ്, ഉമ്മ ഒരു ഭാഗത്ത്, മകൻ ഒരു ഭാഗത്ത്, മകൾ ഒരു ഭാഗത്ത്. ആരും പിടിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ബോധ്യപ്പെടും ഞാൻ ഏത് ഗണത്തിലാണെന്ന്. ആ രൂപത്തിൽ എന്താക്കും, വളരെ സങ്കടകരമായ അവസ്ഥയായിരിക്കും. ഒന്നിച്ചു നിൽക്കുന്ന ആൾക്കാരും രണ്ട് ഗ്രൂപ്പായിട്ട് മാറുകയാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. എന്നിട്ട് അല്ലാഹു പറയും, അലം അഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅൻ യഅ്ബുദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനൂ തഖിലൂൻ. നമുക്കൊക്കെ നന്നായി ഓതി പരിചയമുള്ള ആയത്തുകളാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, മുജ്രിമീങ്ങളെ നിങ്ങൾക്ക് മാറി നിൽക്കുക. അലം അഹദി ഇലൈക്കും യാ ബനി ആദം, എല്ലയോ ആദമിൻ്റെ മക്കളെ ഞാൻ നിങ്ങൾ കൃത്യമായി ബോധനം നൽകിയിട്ടില്ല ദുനിയാവിൽ വെച്ച്. എന്ത് അല്ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ ശൈത്താന് വഴിപ്പെട്ടു പോകരുത് എന്ന്. അലം അഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ. ഇതിങ്ങനെ ഓതി മയ്യത്തിന് ഓതി സംഭാവന ചെയ്യലല്ലാതെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കീന അല്ലേ? സൂറത്ത് യാസിന് ഒരു വക മുസ്ലിങ്ങൾക്ക് എന്താകും, ബൈഹാട്ടുണ്ടാകും. അങ്ങനെ എന്താക്കും, മരിച്ചാലങ്ങനെ ഓതും നമ്മൾ. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? അവിടെ എത്തിയിട്ട് പരലോകത്തെന്താ ചോദിക്കാണ്, അലം അഹദിയിലേക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ ശൈത്താൻ ഒരിക്കലും വഴിപ്പെട്ട് പോകരുത് എന്ന്, അവർക്ക് വിധേയമായി പോകരുത് എന്ന് നിങ്ങൾ കൃത്യമായി ബോധം നൽകിയിട്ടില്ലേ? ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിങ്ങളെ വ്യക്തമായ ശത്രുവാണെന്നും ഞാൻ നിങ്ങൾ കൃത്യമായിട്ട് ദുനിയാവെന്ന് ബോധനം നൽകിയിട്ടില്ലേ മനുഷ്യന്മാരെ? അവിടെ വിളിക്കുന്ന വിളി എന്താ? യാ ബനി ആദം, ഈ ആദമിൻ്റെ മോനെ, മനുഷ്യ എന്നുള്ള പ്രയോഗത്തിലുള്ള വിളിക്കാണ്. അലം അഹദിയിലേക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅൻ യഅ്ബുദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം. നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിന്റെ സുന്നത്തൊക്കെ ഇവിടെ വന്നു അല്ലേ? ഇബാദത്തിന്റെ പരിധി പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞു. അതാണ് അല്ലാഹുവിൻ്റെ റസൂലിന്റെ സുന്നത്ത് മുഴുവൻ. എന്താണ്? ഇബാദത്തിന്റെ പരിധിയിലാണ് വരിക. ഇത് സുന്നത്താകുമ്പോൾ എന്താ ഇഷ്ടപ്പെടുന്നതായി, തൃപ്തിപ്പെടുന്നതായി, അത് വാക്കാവട്ടെ പ്രവൃത്തിയാവട്ടെ, അതൊക്കെ അല്ലാഹുക്ക് ഇബാദത്തായി മാറി. അതല്ലാതിരിക്കുമ്പോഴോ അത് ഇബാദത്തായി മാറി. എല്ലാം ഇബാദത്തായി മാറി. വളരെ സിമ്പിളാണ്. അല്ലാഹുവിൻ്റെ റസൂലിന്റെ സുന്നത്തിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെട്ടത് ഇബാദത്തായി, അതല്ലെങ്കിലോ അമല് വേസ്റ്റായി, വെറുതെയായി. അപ്പം ആ നിലക്ക് നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്നെ മാത്രം ആരാധിക്കണം എന്ന് കൽപ്പിച്ചില്ലേ? ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅൻ യഅ്ബുദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം. നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക, എൻ്റെ പ്രവാചകനെ മാത്രം ഫോളോ ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ എന്താ കാനലക്ക് നിങ്ങൾ ചെയ്യുക. അതാണ് എന്ത് വേണ്ടത്, എന്നെ ആരാധിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞില്ലേ? എന്നിട്ടും വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ, നിങ്ങളിൽ നിന്ന് മഹാഭൂരിപക്ഷത്തെ ഇവൻ വഴിപിഴപ്പിച്ചിരിക്കുന്നു എന്നല്ല പറയുന്നത്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീർ. ഇത്രയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ദുനിയാവെന്ന് ബോധനം നൽകിയിട്ടും നിങ്ങൾ മഹാഭൂരിപക്ഷത്തെ ഇവൻ വഴി പിഴപ്പിച്ചല്ലോ. അഫലം തകൂനൂ തഖിലൂൻ, നിങ്ങൾക്ക് ചിന്തിച്ചൂടെ മനുഷ്യന്മാരെ? അല്ലാഹുവിന്റെ വാക്കാണ് പരലോകത്ത്.
അഫലം തക്കൂനു താക്കിലു, നിങ്ങൾക്ക് അല്പെങ്കിൽ ആലോചിച്ചുകൂടായിരുന്നോ? അഫലം തക്കൂനു താക്കിലു. പിന്നെ അള്ളാഹ് ജഹന്നമിനെ കാണിച്ചു പറഞ്ഞ വാക്കാണ് ഹാദിഹി ജഹന്നം, ഹാദിഹി ജഹന്നം അല്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ജഹന്നമാണത്. ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ എന്നെ നിഷേധിച്ചു, എൻ്റെ ഹബീബിനെ നിഷേധിച്ചുകൊണ്ട് ഇബ്ലീസിന്റെ വഴി സ്വീകരിച്ചല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ കത്തിയരിക. അഫലം തക്കൂനു താഖീലൂൻ, നിങ്ങൾ ചിന്തിച്ചുകൂടായിരുന്നോ? ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. ഈ സമയത്ത് മനുഷ്യന്മാർ ഒരുപാട് ഉപാധികൾ പറയാൻ നോക്കും. നമ്മൾ അവർ പറ്റിച്ചതാണ്, ഇബ്ലീസ് പറ്റിച്ചതാണ്, ഉമ്മ പറ്റിച്ചതാണ്, ഞങ്ങൾ ഉസ്താക്കന്മാർ പറ്റിച്ചതാണ്, ഇങ്ങനെ പല ഉപാധികൾ രക്ഷപ്പെടാൻ പറഞ്ഞു നോക്കും. ആ സമയത്ത് അള്ളാഹിന്റെ അടുത്തവട് എന്താ, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അന്നേ ദിവസം ഞാൻ നിങ്ങളുടെ വായ്ക്ക് സീൽ വെക്കാം. പിന്നെ ഇതുവരെ സംസാരിച്ച നാവിനെന്തില്ല, സംസാരിക്കാൻ ഒരു ചാൻസും ഇല്ല. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ ചുണ്ടുകൾക്കുള്ള സീല് വെക്കുകയാണ്. പിന്നെ സംസാരിക്കുന്നതാവട്ടെ കയ്യാണ്. വതുകല്ലിമുനാ ഐദീഹിം, കരങ്ങൾക്ക് എന്തെന്നുള്ളത് സംസാരിപ്പിക്കുന്നു. വതഷ്ഹദു അർജുലുഹും, കാലാവട്ടെ സാക്ഷി നിൽക്കുന്നു. വായ സീല് വെക്കപ്പെട്ടു, കൈ സംസാരിക്കുന്നു, കാലത്തിന് സാക്ഷി നിൽക്കുന്നു. ബിമാ കാനൂ യക്സിബൂൻ, മനുഷ്യന്മാർ പ്രവർത്തിച്ച സകലമാന പ്രവർത്തികളെ കുറിച്ചും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലും അള്ളാഹു റസൂലിൻ്റെ ഹദീസിലൊക്കെ നേരിട്ട് പഠിപ്പിച്ച സംഗതിയാണ്. അതുകൊണ്ട് ഇബ്ലീസ് നമ്മളെന്താക്കും, അള്ളാഹു റസൂലിൻ്റെ സുന്നത്തിനൊക്കെ പതുക്കെ പതുക്കെ മാറ്റി ബിദ്അത്തിൻ്റെ വഴിക്കൊക്കെ നമ്മളെന്താക്കും, നല്ലതല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നയിപ്പിക്കും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് അള്ളാഹു റസൂലിൻ്റെ കൃത്യമായ സുന്നത്തെന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, മരണസമയത്ത് ഇങ്ങനെ റഹ്മത്തിന് മലക്കളൊക്കെ നമ്മളെ വന്ന് ആശീർവദിച്ച് സ്വർഗത്തിൽ സന്തോഷ വാർത്ത അറിയിച്ച് പിന്നീട് അങ്ങോട്ട് സന്തോഷം മാത്രമാണ്. ഈ മയ്യത്താണ് എന്താ പറയുന്നത്, കത്തിമൂനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്കത് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ തന്നെ മെനക്കണം. അവരവർ തന്നെ മെനക്കെട്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അല്ലാഹു നമുക്കത് നല്ല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങൾ, അതിനു വേണ്ടി എന്താണ് സുന്നത്തെന്ന് ഓരോ കാര്യം മനസ്സിലാക്കണം. അതിനു വേണ്ടി ഒരുപാട് മെനക്കെടേണ്ട ആവശ്യമില്ല. സമയനഷ്ടമില്ലാതെ, സാമ്പത്തിക നഷ്ടമില്ലാതെ, എനർജി നഷ്ടപ്പെടാതെ എത്രയോ സംഗതികളുണ്ട്. ചൊട്ട് സുന്നത്തെടുക്കുക. ഒരു ചെറിയ ദുആ പറയാം. അല്ലാഹു റസൂൽ പറഞ്ഞു, ഒരാൾ രാവിലെയും വൈകുന്നേരം പിന്നെ റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. എന്താ ഉള്ളത്? ഞാൻ അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടു, മുഹമ്മദ് നബിയെ നബിയായിട്ട് തൃപ്തിപ്പെട്ടു, ദീനായിട്ട് ഞാൻ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടു എന്ന് ഒരാൾ ദിവസം 3 നേരം രാവിലെ പറയുകയാണെങ്കിൽ അള്ളാഹു റസൂൽ പറയാണ്, അന ആഖിദുൻ ബിയദി, ഞാൻ അവൻ്റെ കൈപിടിക്കും പരലോകത്ത്. എത്ര വരെ? അത്താ ഉദ്ഖിലഹുൽ ജന്ന, സ്വർഗത്തിലേക്ക് അള്ളാഹു അവനെ പ്രവേശിപ്പിക്കുന്നത് വരെ ഞാൻ അവൻ്റെ കൈപിടിച്ചിരിക്കും. മഹ്ശറിൽ അല്ലാഹു റസൂൽ നോക്കണം എന്താ ഉള്ളത്? 3 വാക്കുകൾ. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. ഇതെല്ലാവർക്കും ബൈഹാട്ടുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട രാവിലെയും വൈകുന്നേരവും നമ്മളെ പിന്നെ അദ്കാറുൽ സബാഹിലും അദ്കാറുൽ മസാഹിലൊക്കെ ഉണ്ട് ഇത്. പക്ഷെ അത് നമുക്ക് ചെല്ലാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ കേട്ടിട്ടില്ല, എത്ര പ്രാവശ്യം കേട്ടു, നമുക്കൊക്കെ ബൈഹാട്ടുണ്ട്. ഇവിടെയാണ് ഇബ്ലീസ് എന്താക്കുന്നത്, വിജയിക്കുന്നത്. ഇബ്ലീസ് വിജയിക്കുന്ന അവിടെയാണ്. അതുകൊണ്ട് ഇബ്ലീസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്താക്കണം, ഓരോന്ന് മനസ്സിലാക്കി ഒരു ചില്ലറ ദിവസം മാത്രം ഒരു പരിശീലനം പോലെ ചെയ്താൽ പിന്നെ അങ്ങോട്ട് ഹാബിറ്റ് ആയിക്കോളും. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ജീവിതം മൊത്തത്തിൽ അല്ലാഹു റസൂലിൻ്റെ സുന്നത്ത് കൊണ്ട് ധന്യമാക്കി, അള്ളാഹുമായിട്ടുള്ള വിശ്വാസം കൊണ്ട് ധന്യമാക്കി അതിലൂടെ ജീവിച്ച് അതിലൂടെ മരിക്കാൻ നമ്മൾ ഇവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സകലമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു മാപ്പ് നൽകുമാറാവട്ടെ. ശേഷിക്കുന്ന ജീവിതം റബ്ബിന് തൃപ്തിയോടെ അല്ലാഹു റസൂലിൻ്റെ സുന്നത്തിന് ജീവിതത്തിൽ സ്വായത്തമാക്കി കൃത്യമായ തൗഹീദോടെ ജീവിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ പല ആൾക്കാരും മരിച്ചുപോയി, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ അല്ലാഹു ഖബർ വിശാലമായി കൊടുക്കുമാറാവട്ടെ. അവരെ ഖബറുള്ള സ്വർഗത്വപ്പായി കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി ആരെങ്കിലും അവരിൽ നിന്ന് റബ്ബിലേക്കുള്ള മടക്കം അടുത്തുള്ളവല്ലാതെ അല്ലാഹുവിൻ്റെ സാബിക കഥയോടെ റബ്ബിലേക്കുള്ള മടക്കം അടുത്തവരാണെങ്കിൽ നല്ല അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചുകൊണ്ട് കാമില ഈമാനോട് റബ്ബിലേക്ക് മടങ്ങാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعد تفرقا معصوما ربنا ارحم آباءنا وأمهاتنا كما ربونا صغارا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.